ദൈവം സഹായിക്കട്ടെ. നെഹമ്യാവിൻ്റെ പുസ്തകം 9-ാം അധ്യായം 21-ാം വാക്യം. ബുക്ക് ഓഫ് നെഹമ്യ ചാപ്റ്റർ 9 വേഴ്സ് 21. നമ്മൾ പീറ്ററിലേക്ക് പോവുകയാണ്. ബിഫോർ വി ഗെറ്റിംഗ് ഇൻ ടു ദ എപ്പിസോഡ്, നമ്മൾ വി ആർ സ്റ്റഡിങ് ഫ്രം ദ ബുക്ക് ഓഫ് എപ്പിസോഡ് ഓഫ് പീറ്റർ അല്ലേ. 2 പീറ്ററിലാണ് നമ്മൾ പോകാൻ പോകുന്നത്. പ്രയർ ടു ദാറ്റ് ഐ നീഡ് ടു read the verse from book of Nehemiah chapter 9 verse 21. ഒന്നും കുറവുണ്ടായില്ല, അവരുടെ വസ്ത്രം പഴകിയില്ല, അവരുടെ കാൽ വീങ്ങിയതുമില്ല. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഒരു കരം ഉയർത്തി ദൈവത്തിന്റെ മഹത്വം കൊടുത്താട്ടെ. ആമേൻ. ഇങ്ങനെ നീ അവരെ 40 സംവത്സരം മരുഭൂമിയിൽ പുലർത്തി. ആമേൻ. 40 years you sustained them in the wilderness, and they lacked nothing. Their clothes did not wear out, and their feet did not swell. നമ്മളെ പുലർത്തുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ. God who sustains us. ഇത്രയും പറഞ്ഞിട്ടും ഒരു സന്തോഷമില്ല. റോഹൻ ബ്രദർ മാത്രമേ അത് വിശ്വസിച്ചുള്ളൂ, ബാക്കി ആരും വിശ്വസിച്ചില്ല. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഈ മരുഭൂമിയിൽ എന്നെ പുലർത്തുന്ന ഒരു ദൈവമുണ്ടെന്ന്? Do we believe that this God will sustain us? കഴിഞ്ഞ നാളുകളിൽ അങ്ങനെ അനുഭവമുള്ള ദൈവമക്കളെ, നിങ്ങൾ ഭാരപ്പെടേണ്ട. അവൻ്റെ കരം കുറുകിയിട്ടില്ല. ഇന്നും പുലർത്താൻ മതിയായ ദൈവമാ. Those who have experienced, they will still praise God. അപ്പൊ എത്ര വർഷം അവരെ നടത്തി പറഞ്ഞു? നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണം കേട്ടോ. 40 years. 40 സംവത്സരം. കർത്താവിന് 40 സംവത്സരം നടത്താനേ കഴിയത്തുള്ളൂ. Can God lead only for 40 years? 40 സംവത്സരേ പറ്റത്തുള്ളൂ, അതിനപ്പുറത്തേക്ക് പറ്റത്തില്ലേ? Can God lead not beyond പറ്റൂ that? എന്നുള്ള ആരെങ്കിലും പറയുന്നുണ്ട് ഇവിടെ? Do you believe he can lead more എത്ര than 40? സമയം കഴിഞ്ഞാലും അത്രയും വർഷത്തോളം നടത്താൻ ദൈവം മതിയായവനാ. Irrespective of number of years, our God is able to sustain us. ഇനി 2000 വർഷം കൂടെ കർത്താവ് വരാൻ താമസിച്ചാലും എന്നെ പുലർത്താൻ, എൻ്റെ തലമുറയെ പുലർത്താൻ ദൈവം മതിയായവനാണെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഹല്ലേലൂയ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് ഒരു മഹത്വം കൊടുത്താട്ടെ. Even if it extends up to next 2000 years, my God is able to lead me. താമസമല്ല വിഷയം, ദൈവം എന്നെ പുലർത്തുന്നതാ വിഷയം. It's not that there would be a delay, but my God will sustain me. ദൈവത്തിന്റെ വഴിയിൽ നടക്കുന്നതാണ് വിഷയം. It's the purpose, or while we are walking in his way. ഈ ദൈവത്തിന്റെ ഹല്ലേലൂയ അന്വേഷിക്കുന്നതാണ് വിഷയം. It's about how we search for God. ഈ ദൈവത്തിന്റെ കീഴിലാണെങ്കിൽ മരുഭൂമി ഒരു മരുഭൂമി അല്ല. നടത്തുന്നവൻ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ ഒരു പ്രയാസവും നമ്മളെ തട്ടത്തില്ല. Even if it is a wilderness, as long as we are with God, it will always be good for us. അവിടെ പറയുന്നു അവർക്കൊന്നും എന്ന് പറഞ്ഞേ. They didn't lack anything. ഇത് ദൈവവചനം അല്ലേ? Is it not the word of God? ഇത് ദൈവവചനമാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? Do you believe it is the word of God? പുലർത്തുന്നത് ദൈവമാണെങ്കിൽ ഒന്നിനും കുറവുണ്ടാകത്തില്ല. If it is God who is taking care, then you would never lack anything. ഓവർഫ്ലോ ഉണ്ടാകത്തില്ല, സഫിഷ്യൻസി ഉണ്ടാകത്തില്ല. പക്ഷെ നിന്റെ സപ്ലൈ ഓൾ യുവർ നീഡ്സ്, മീറ്റിംഗ് ഓൾ യുവർ നീഡ്സ്, വീണു പോകാതെ തകർന്നു പോകാതെ ഈ മരുഭൂമിയിൽ തളർന്നു വീണാഴാതെ കനാൻ ദേശം എത്തുന്നത് വരെയും പുലർത്താൻ എൻ്റെ ദൈവം മതിയായവനാണ്. Amen. Hallelujah. Without falling down, he will lead us until we reach Canaan. എന്നിട്ട് അവിടെ പറയുന്നു അവരുടെ വസ്ത്രം എന്തില്ല, പഴകിയില്ല. ഒന്ന് പറഞ്ഞേ. Did not wear out. അവരുടെ കാൽ വീങ്ങിയതുമില്ല. The feet did not swell. കർത്താവ് നടത്തിയാൽ നമ്മുടെ വസ്ത്രം പഴകാൻ അനുവദിക്കത്തില്ലെന്നൊന്ന് പറഞ്ഞേ. When God leads us, he will never let our clothes wear out. എന്താണ് വസ്ത്രം? നമ്മുടെ ആത്മീയ വസ്ത്രം, രക്ഷയുടെ വസ്ത്രം നശിച്ചു പോകാതെ ഈ മരുഭൂമിയിൽ വേണ്ടതെല്ലാം തന്ന് അങ്ങേക്കരയിലെത്തിക്കാൻ ദൈവം വിശ്വസ്തനാ. ഹല്ലേലൂയ. What is the clothing of salvation? He will lead us in the wilderness until we reach Canaan. ദൈവമക്കളെ, നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോൾ നമുക്കൊരു പുതിയ വസ്ത്രം തന്നു അല്ലേ? നീതിയുടെ വസ്ത്രം നമുക്ക് ദൈവം തന്നു. When we first accepted Christ, he gave us this clothing of രക്ഷയുടെ salvation. വസ്ത്രം നമുക്ക് തന്നു. He gave us this clothing of salvation. ഹല്ലേലൂയ. വിശുദ്ധിയുടെ വസ്ത്രം നമുക്ക് തന്നു. He gave us the clothing of holiness. ഇതിൽ ഒരു അഴുക്ക് പോലും ഏൽക്കാതെ നമ്മളെ പുലർത്തുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഹല്ലേലൂയ കരങ്ങൾ ഉയർത്തി ദൈവത്തിന്റെ ഒരു മഹത്വം കൊടുത്താട്ടെ. Without any blemish, he is able to lead us until we reach the end. ലോകത്തിന്റെ ഒരു അഴുക്കുമേശാതെ നിന്നെ പ്രത്യേകമായി പുലർത്തി
പ്രത്യേകമായി പ്രൊട്ടക്ട് ചെയ്ത് പ്രത്യേകമായി വേലി കെട്ടി അങ്ങേ കരയിലെത്തിക്കാൻ എൻ്റെ ദൈവം മതിയായവനാണ്. Without getting any blemish over us, he is able to lead us until the end. അതിന് കാരണം എന്താണെന്നറിയാമോ? What is the reason how he can ദൈവം lead? ഇത് പുലർത്താൻ കാരണം എന്താ? What is the reason? 20-ാമത്തെ വാക്യത്തിൽ ഒന്ന് വായിക്കാം. 20-ാമത്തെ വേഴ്സ് 20. അവരെ ഉപദേശിക്കേണ്ടതിന് നീ നിന്റെ നല്ല ആത്മാവിനെ കൊടുത്തു. അവരുടെ കൊറ്റിന് മുട്ടുവരാതെ നിന്റെ മന്നയെയും അവരുടെ ദാഹത്തിന് വെള്ളത്തെയും കൊടുത്തു. ആമേൻ, സ്തോത്രം. കർത്താവ് പുലർത്താൻ കാര്യം എന്തെന്നറിയാമോ? Why did he guide them? നമ്മുടെ ആറ്റിറ്റ്യൂഡ് നല്ലതാണെങ്കിൽ അവസാനം വരെയും പുലർത്തും. If our attitude is right, he will lead us until the end. ഒന്ന് പറഞ്ഞേ, അവര് പറയുന്ന കാര്യം അവരെ ഉപദേശിക്കേണ്ടതിന് പറഞ്ഞേ എന്താ കൊടുത്തത്? Good spirit. നല്ല ആത്മാവിനെ. ഒന്ന് പറഞ്ഞാട്ടെ, നല്ല ആത്മാവെന്ന് പറഞ്ഞാട്ടെ. He gave us a good spirit. എനിക്ക് നല്ല ആത്മാവ് വേണം കർത്താവിൽ നിന്ന് ബ്ലെസ്സിംഗ് റിസീവ് ചെയ്യാനായിട്ട്. I need a good spirit to receive blessing from God. ഈ ദൈവം എന്നെ പുലർത്തണമെങ്കിൽ എനിക്ക് നല്ല ആത്മാവ് ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. If my God needs to lead me, I need to have a good spirit. കെട്ട ആത്മാവാണെങ്കിൽ ഒരിക്കലും കർത്താവിൽ നിന്ന് നല്ലത് പ്രാപിക്കാൻ പറ്റത്തില്ല. If I do not have a good spirit, then I would never receive anything from God. നമുക്ക് നെഗറ്റീവ് സ്പിരിറ്റ് ആണെങ്കിൽ, നെഗറ്റീവ് തോട്ട് ആണെങ്കിൽ, നമുക്ക് ദൈവഹിതമല്ലാത്ത ചിന്തകളാണെങ്കിൽ, വിചാരങ്ങളാണെങ്കിൽ, നമ്മുടെ അൺക്ലൻഡ് ആയിട്ടുള്ള മൈൻഡ് ആണെങ്കിൽ ഒരിക്കലും കർത്താവിൽ നിന്ന് മന്ന പ്രാപിക്കാൻ പറ്റത്തില്ല. ഈ ലോകം നമ്മളെ അറ്റാക്ക് ചെയ്യും, വീഴാൻ ചാൻസ് ഉണ്ട്. എന്നാൽ നല്ല ആത്മാവിനെ തരണമെന്നൊന്ന് പ്രാർത്ഥിച്ചാട്ട്, കർത്താവേ ദൈവം ഒരുക്കിയത് പ്രാപിക്കാൻ എനിക്ക് നല്ല ആത്മാവിനെ കിട്ടണം. ഒന്ന് പ്രാർത്ഥിച്ചാം. Father, give me a good spirit so that whatever you have prepared for me, I may get it at the right time. അപ്പം അവസാനത്തോളം മുട്ടുവരാതെ പുലർത്തുന്ന ഒരു ദൈവം നമുക്കുണ്ട്. എപ്പോൾ? നമുക്ക് ആ നല്ല ആത്മാവിലിരിക്കുമ്പോൾ. When we are in the good spirit, our God is able to lead us until the end without us lacking നല്ല anything. ആത്മാവിന്റെ ഗുണം എന്തെന്നറിയാമോ? What is the character of the good spirit? കർത്താവിന് കീഴ്പ്പെടും, It will be humble before God. കർത്താവിനെ അനുസരിക്കും, It will be obedient to God. കർത്താവിന്റെ വഴികളിൽ നടക്കും, It will walk according to his will. കർത്താവിനെ മാത്രം ആശ്രയിക്കും. It will only trust God. നല്ല ആത്മാവ് വരുമ്പോൾ പക പോകും, When we have the good spirit, we will not envy. പിണക്കം പോകും, We will not have any strife. വിദ്വേഷം പോകും, We will not be jealous. സ്നേഹം വർദ്ധിക്കും, We will always love. ഐക്യത ഉണ്ടാകും, There would be unity. സമാധാനം There ഉണ്ടാകും, would be peace. ദ്വന്ദ്വവശങ്ങൾ മാറും. There would all the controversies will leave. ഹലോ. അപ്പം നമ്മൾ വേൾഡിൻ്റെ തെറ്റായ ആത്മാവിനകത്ത് ഇൻഫ്യൂസ് ആകാതെ എന്നെ കർത്താവെ നല്ല ആത്മാവിൽ കീപ്പ് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കണം. Can we pray that, Lord, let your good spirit continue to be in my heart? നമ്മൾ മറ്റെല്ലാം കേൾക്കുമ്പോഴും ചിന്തിക്കുമ്പോഴും മറ്റുള്ളവരുടെ വാക്കുകളും ചിന്തകളും വിചാരങ്ങളും ഒക്കെ വന്നിട്ട് നമ്മുടെ നല്ല ആത്മാവിനെ കെടുത്തിക്കളയാൻ പിശാചിൻ്റെ തന്ത്രമാണ്. അത് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇന്നു മുതൽ ഈ വചനം വെച്ച് പ്രാർത്ഥിക്കണം. കർത്താവേ, മേ ഐ നീഡ് യുവർ ഗുഡ് സ്പിരിറ്റ് ടു റിസീവ് യോർ മന്ന, യോർ ബ്ലെസ്സിംഗ് until I reach into the heaven, eternal heaven. Amen. ഇന്ന് പകലൊന്ന് പ്രാർത്ഥിക്കാമോ? കർത്താവേ, എല്ലാം നല്ലത് പ്രാപിക്കാൻ, നല്ലത് റിസീവ് ചെയ്യുവാൻ, ദൈവത്തിൽ നിന്ന് പ്രാപിക്കാൻ ഐ നീഡ് യുവർ good spirit. ആമേൻ. ഒന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ പ്രാർത്ഥിക്കണം. നമുക്കൊരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം, ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം അയച്ചിട്ട് ഒരു ആത്മാവ് വന്നു. ആരുടെ മേൽ അന്നറിയാമോ? ശൗലിന്റെ മേൽ. പ്രൈസ് ദി ലോർഡ്. ദുരാത്മാവ് വന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവം അയച്ചിട്ട് ഒരുവന്റെ മേൽ ആത്മാവ് വന്നു, ദാവീദിന്റെ മേൽ നല്ല ആത്മാവ്. അവൻ ശൗൽ ചെയ്ത ഒരു അക്രമത്തിനെതിരായിട്ട് അവൻ തിരിച്ച് അക്രമം ചെയ്തില്ല, അവനോട് ക്ഷമിച്ചു. അവൻ നല്ല അംശം പ്രാപിക്കുവാൻ ഇടയായി. പിതാവിനോടൊപ്പം, പിതാക്കന്മാരോടും ഒപ്പം അവൻ അടക്കം ചെയ്യുവാൻ ഇടയായി. ദൈവത്തിൽ നിന്ന് നല്ലത് പ്രാപിപ്പാൻ ദാവീദിന് പറ്റി. നമുക്കതുകൊണ്ട് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, തിരുവചനത്തിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു. Lord, even as we turn our attention to your word, അങ്ങയിൽ നിന്ന്, ഈ തിരുവചനത്തിൽ നിന്ന് നല്ലത് ഹല്ലേലൂയ പ്രാപിക്കുവാൻ ഞങ്ങളുടെ ഹൃദയത്തിനകത്തെ ശുദ്ധീകരിക്കണമേ അപ്പാ. Father, we pray that you will cleanse our hearts so we may receive what you want us to receive from your word. കർത്താവേ, അങ്ങയിൽ നിന്നുള്ള ആ മന്നയും അങ്ങയിൽ നിന്നുള്ള പരിപാലനവും ഞങ്ങൾക്ക് ലഭിക്കേണ്ടതിനായിട്ട് ഞങ്ങൾക്ക് നല്ല മനസ്സുകൊണ്ടും നല്ല ആത്മാവ് കൊണ്ടും ഞങ്ങളെ നിറച്ചാലും. Father, we pray that you will help us to receive the manna, the good manna, and the things that you have kept in store for us from this word. Help us to ഈ receive. വചനത്തിനു മുമ്പിൽ നിൽക്കുമ്പോൾ, ഞങ്ങൾ വചനം കേൾക്കാൻ പോകുമ്പോൾ ഒരു മുൻവിധിയും ഇല്ലാതെ
ഞങ്ങൾക്ക് നല്ല മനസ്സോടെ അത് സ്വീകരിപ്പാൻ ഞങ്ങളെ സഹായിച്ചാലും. Father, even as we sit before your word, help us not to sit with any assumptions as preconceived. ഇത് ഞങ്ങൾക്കുള്ളതാണെന്നുള്ള ചിന്തിച്ച് ഞങ്ങൾ ഓരോരുത്തരും വ്യക്തിപരമായി അത് ഏറ്റെടുക്കുവാൻ ഞങ്ങളെ സഹായിച്ചാലും. Help us to take it as if it is for me, Lord. Help us to accept it for അപ്പ ourselves. അടിയനെയും അങ്ങയുടെ നല്ല ആത്മാവിനെ നിറച്ച് തിരുവചനത്തെ അതുപോലെ പ്രസ്താവിപ്പാൻ അങ്ങ് കൃപ തരണമേ. Lord, fill us all with your good spirit so that it would be preached ഈ correctly. അന്തരീക്ഷത്തെ അങ്ങ് നിയന്ത്രിക്കണമേ. Father, we pray that you will control this environment. അങ്ങയുടെ മക്കളെ അനുഗ്രഹിക്കണമേ. We pray that you will bless your children. യേശുവിൻ നാമത്തിൽ In തന്നെ. Jesus' name. ആമേൻ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് Let's മഹത്വം raise our കൊടുക്കാം. hands and say ഹല്ലേലൂയ. hallelujah. നമ്മൾ സെക്കൻഡ് പീറ്ററിലേക്ക് നമ്മൾ പോവുകയാണ്. 2 പത്രോസിന്റെ ലേഖനം Moving to 2 Peter. 1:3 നമ്മൾ വായിച്ചു തുടങ്ങിയത്. ചാപ്റ്റർ 1 വേഴ്സ് 3. തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. ആമേൻ. അവന്റെ പരിജ്ഞാനത്താലും ദിവ്യശക്തിയാലും. ഒന്ന് പറഞ്ഞേ, ഗോഡ്സ് നോളജ് ആൻഡ് ഹിസ് ഡിവൈൻ പവർ. ഒന്ന് പറഞ്ഞേ, ഗോഡ്സ് നോളജ് ആൻഡ് ഹിസ് ഡിവൈൻ പവർ. നമുക്ക് വേണ്ടതെല്ലാം ദാനം ചെയ്യുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന് ദൈവത്തിൻ്റെ പരിജ്ഞാനം, 2 ദൈവത്തിൻ്റെ ദിവ്യശക്തി. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഗോഡ്സ് നോളജ് ആൻഡ് ഹിസ് ഡിവൈൻ പവർ. എന്താണ് ഗോഡ്സ് നോളജ് ചെയ്യുന്നത്? ഗോഡ്സ് നോളജ് ആൻഡ് ഹിസ് ഡിവൈൻ പവർ ബ്രിങ്സ് ഡിവൈൻ പ്രൊവിഷൻ. ആമേൻ. തക്ക സമയത്ത് ദൈവഹിതപ്രകാരമുള്ള കാര്യങ്ങൾ നമുക്ക് നൽകി തരുന്നതാണ് ദൈവത്തിൻ്റെ ജ്ഞാനവും ദിവ്യശക്തിയും. നമ്മളെ പുലർത്തുന്നത് ദൈവത്തിൻ്റെ ജ്ഞാനത്തിലും ദൈവത്തിൻ്റെ ശക്തിയിലുമാണ്. നമ്മുടെ വസ്ത്രം പഴകിപ്പോകാതെ, നമ്മുടെ കാലുകൾ വിങ്ങിപ്പോകാതെ, തളർന്നു പോകാതെ നമ്മളെ നടത്തുന്നത് ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിലും ദൈവത്തിൻ്റെ ശക്തിയിലുമാണെന്ന് പറഞ്ഞാട്ടെ. Hallelujah. Not by my might, not by my power, but your spirit leads into it. Amen. ദൈവത്തിൻ്റെ ആത്മാവിനാൽ എന്നെ മുമ്പോട്ട് നയിക്കുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറ, ഞാൻ എൻ്റെ ബുദ്ധി കൊണ്ടല്ല, എൻ്റെ ശക്തി കൊണ്ടല്ല, ദൈവത്തിൻ്റെ ശക്തി കൊണ്ട് ദൈവം എനിക്ക് തക്ക സമയത്ത് സകലതും നൽകും. ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിൽ ദൈവം എന്നെ പുലർത്തും. At his due time, he will give me everything that I need in my life. അതുകൊണ്ട് സ്വന്തം വിവേകത്തിൽ ഊണരുത്. So let's not lean on our own സ്വന്തം understanding. ഐഡിയയിലും സ്ട്രാറ്റജിയിലും ഊണരുത്. Let's not trust our own strategies. ദൈവത്തിന്റെ പരിജ്ഞാനത്തിൽ നമ്മൾ ഊന്നണം. We should be trusting more in his knowledge. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞേ, കർത്താവിന്റെ പരിജ്ഞാനമാണ് എൻ്റെ വിവേകത്തെക്കാളും നല്ലതെന്ന് പറ. Can you say to your neighbor, his knowledge is better than my own wisdom? His knowledge is better than my idea എന്ന് പറ. His knowledge is better than my ideas. His knowledge is better than my plan എന്ന് പറ. എൻ്റെ പ്ലാനിനേക്കാൾ ദൈവത്തിന്റെ പരിജ്ഞാനമാണ് നല്ലത്. എത്ര പേർക്ക് ഇത് ആഗ്രഹമുണ്ട്? ഇപ്പൊ തൽക്കാലം അത് പ്രയാസമായിട്ട് തോന്നിയേക്കാം, ബുദ്ധിമുട്ടായിട്ട് തോന്നാം, ഇതെങ്ങനെ നടക്കുമെന്ന് വിചാരിക്കും. പക്ഷെ ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിൽ ദൈവം ഒരു കാര്യം പറയുന്നുണ്ട്, ഞാൻ അതിനകത്തൊരു പ്രൊവിഷൻ ഒരുക്കിയിട്ടുണ്ട്. നിനക്ക് കാണാൻ പറ്റത്തില്ല. തക്ക സമയമാകുമ്പോൾ എൻ്റെ ശക്തിയെ ഞാൻ അയച്ച് നിനക്ക് വേണ്ടി പാതയെ നിരപ്പാക്കും. ഇന്ന് പകൽ വിശ്വസിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഭാവിയെ, നിങ്ങളുടെ ജീവിതത്തെ, നിങ്ങളുടെ ആത്മീയ ജീവിതത്തെ, നിങ്ങളുടെ ഭൗതികമായ ജീവിതത്തെ നോക്കി പറ, ദൈവം ഒരുക്കിക്കൊള്ളുമെന്ന്. Can we say to the things for the future, for our plans, strategies, everything, my God will do it at the right time. ആമേൻ. ഇന്ന് പകൽ നമ്മൾ ചെങ്കട നടുവിൽ നമുക്ക് പാത കാണാൻ പറ്റത്തില്ല, പക്ഷെ ദൈവത്തിന്റെ പരിജ്ഞാനത്തിനകത്തൊരു പാത ഉണ്ടെന്ന് പറ. In the Red Sea, we cannot see it with our naked eye any way that God has prepared, but in his wisdom he has prepared everything. നമ്മുടെ ശക്തി കൊണ്ടും പുറകിൽ വരുന്ന ഇത്രയും ആൾക്കാരുടെ ബലം കൊണ്ടും ലക്ഷങ്ങളുടെ പിൻഗാമികൾ മോശയ്ക്ക് പിന്നിലുണ്ട്, അവരുടെ ആരോഗ്യം കൊണ്ടും we could not part this Red Sea. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ദിവ്യ പവർ അവിടെ ഇറങ്ങിയെങ്കിൽ മാത്രമേ അതിനെ പാർട്ടീഷൻ ചെയ്യാൻ പറ്റൂ. ദൈവം തക്ക സമയത്ത് ആ ദിവ്യ ശക്തി അയക്കും. At the due time he will send forth his power to divide the sea into two. നമുക്കറിയാം ഇത് പത്രോസ് എഴുതിയ ലേഖനമാണ്. We know this letter is written by Peter. പത്രോസ് എഴുതുന്ന സാഹചര്യം വളരെ പ്രതികൂലത്തിന്റെ നടുവിലൂടെ കടന്നു പോകുകയാണ്. Peter wrote this letter while he was going through a lot in his life. നീരോ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ ക്രിസ്ത്യാനികൾ എന്ന പേരുള്ളവരെ എല്ലാം കൊല്ലുന്നൊരു കാലഘട്ടം.
The time when the king Nero, he had been persecuting all the Christians. ഞാൻ അധികം വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഇതിനകത്ത് രണ്ട് കാര്യങ്ങളൊന്ന് പറയാൻ ആഗ്രഹിക്കുക. പത്രോസ് Just want to bring out two important things. പത്രോസിന് ദൈവത്തിൻ്റെ പരിജ്ഞാനത്താൽ ദൈവത്തിൽ നിന്ന് തനിക്കൊരു അറിവ് കിട്ടി. തൻ്റെ നിര്യാണകാലം അടുത്തിരിക്കുന്ന ഒരു അറിവ് കിട്ടി. 1:13 അത് പറയുന്നുണ്ട്. Peter came to know through the will of God that his time is due and it's very ഒന്ന് 13 വായിച്ച വേഴ്സ് 13. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു എനിക്ക് അറിവ് തന്നതുപോലെ. കണ്ടോ, ആര് അറിവ് കൊടുത്തു? യേശുക്രിസ്തു തനിക്ക് എന്ത് ചെയ്തു? അറിവ് കൊടുത്തു. Lord Jesus Christ reminded him. ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ വളരാൻ ശ്രമിക്കുന്ന ദൈവം നമ്മളെ എല്ലാം അറിയിക്കും. When we try to learn, grow in Jesus' knowledge, then God will inform us as a reminder. നിന്റെ ജീവിതം അവസാനിക്കുന്ന സമയത്തും നിന്നോട് പറയും, നിന്റെ ഓട്ടം തീരാറായി, ഇങ്ങേക്കരയിൽ വരാറായി മകനെ, ഹല്ലേലൂയ എന്ന് നമ്മളെ അറിവ് തരുന്ന ഒരു കർത്താവുണ്ട്. ആ കർത്താവിനെ ഓർത്തൊന്ന് സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് ഭാരമില്ല, ഭീതിയില്ല, നാളെക്കുറിച്ചുള്ള ഭാരമില്ല, മരണത്തെ പേടിയില്ല. കാരണം സകലതും അറിയുന്ന കർത്താവിനെ അറിയിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. Amen. Hallelujah. ആമേൻ. അതുകൊണ്ട് പത്രോസ് പറയാം, സകലതും എന്നെ അറിയിച്ചു. എൻ്റെ നിര്യാണകാലം പോലും അടുത്തിരിക്കുന്നെന്നുള്ള അറിവ് ആര് കൊടുത്തു? യേശു. ആർക്ക് കൊടുത്തു? നിങ്ങൾ എന്നോട് റെസ്പോണ്ട് ചെയ്യണം. പത്രോസിന് കൊടുത്തു. So Peter came to know through Jesus Christ that his ends are near. അവിടെ പറയുന്നത്, എനിക്ക് അറിവ് തന്നതുപോലെ എൻ്റെ കൂടാരം പൊളിഞ്ഞു പോകുവാൻ അടുത്തിരിക്കുന്നു എന്നറിഞ്ഞിരിക്കാൻ. ആമേൻ. ആമേൻ. ഇന്ന് പകൽ കർത്താവിനോട് ചേർന്നിരുന്നാൽ വെളിപ്പെടുത്താത്തതൊന്നുമില്ല. When we remain close to God, there would be nothing that God would hide from us. ഹല്ലേലൂയ. നമ്മളെ പുലർത്തുക മാത്രമല്ല, it's not just he will take care of us. വേണ്ടതെല്ലാം തരുക മാത്രമല്ല, it's not that he will give us everything that we are ഓരോ needing. ഘട്ടത്തിലും നടക്കാൻ പോകുന്നത് നമ്മളോട് അറിയിക്കും. Each stage, whatever is going to happen, he would inform us before. അബ്രഹാമിനോട് അറിയിച്ചതുപോലെ എൻ്റെ ഹല്ലേലൂയ ദാസനായ അബ്രഹാമിനോട് അറിയിക്കാതെ ഞാനൊന്നും ചെയ്യുകയില്ല. Just as God said, I would not do anything without revealing it to my servant Abraham. സോദോം ഗോമോറയെ നശിപ്പിക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് ദൈവം ആരെ അറിയിച്ചു? അബ്രഹാമിനെ അറിയിച്ചു. Before he destroyed Sodom and Gomorrah cities, he informed Abraham. അപ്പോൾ ഇത് എഴുതുന്ന സമയം എന്ന് പറയുന്നത് ഏകദേശം ഇതിന് ശേഷം 1.5 വർഷം കഴിഞ്ഞപ്പോൾ താൻ മരിക്കുവാനിടയായി തീർന്നു. When Peter was writing this letter, approximately after 1.5 years, Peter died. ഇതിന്റെ ഇടയ്ക്ക് ഒരു സംഭവം നടന്നു. But in between there happened something. യൂസിബസ് എന്ന് പറയുന്ന ചരിത്രകാരൻ ക്ലെമന്റ് ഓഫ് അലക്സാണ്ട്രിയ, അല്ലെങ്കിൽ അലക്സാണ്ട്രിയയിൽ ഉണ്ടായിരുന്ന ക്ലെമന്റ് എന്ന ഫോർഫാദേഴ്സ്, അപ്പോസ്തലന്മാർ കഴിഞ്ഞാൽ ഫോർഫാദേഴ്സ് ആണ് സഭയിൽ നയിച്ചുകൊണ്ടിരുന്നത്. അവരുടെ ചരിത്രത്തിൽ ഇങ്ങനെ എഴുതി വെച്ചു, ഈ സമയത്ത് ഇത് എഴുതുമ്പോൾ പത്രോസിൻ്റെ മുന്നിലൂടെ തൻ്റെ സ്വന്തം ഭാര്യയെ അല്ലെങ്കിൽ ക്രൂശിക്കുന്നൊരു ചിത്രമാണ് ഇത് എഴുതുന്നത്. While Peter was writing this letter, we read it through Eusebius, those books, those forefathers through whom all the history was written. Peter saw his own wife being crucified. തൻ്റെ ഭാര്യയെ ആ ക്രൂശീകരണത്തിനായി തൻ്റെ മുമ്പിലൂടെ കൊണ്ടുപോകുമ്പോൾ, when his wife was taken just before through in front of him to be crucified, പത്രോസ് ഉറക്കെ വിളിച്ചു. അവിടെ പേര് ഉറക്കെ വിളിച്ചിട്ട് പറഞ്ഞു, വളരെ മുഖത്തൊരു കണ്ണുനീരുമില്ലാതെ വളരെ സന്തോഷത്തോടെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, റിമെമ്പർ ദ ലോർഡ്, കർത്താവിനെ ഓർത്തുകൊള്ളുക. Peter shouted out very loudly, looking at his wife who was taken away to be crucified, remember the Lord. ആമേൻ. ഹല്ലേലൂയ. തൻ്റെ മുന്നിലൂടെ ഭാര്യയെ കൊണ്ടുപോകുമ്പോൾ ഹല്ലേലൂയ കണ്ണുനീരോടല്ല അവിടെ നിന്നത്. ഹല്ലേലൂയ. അവളെ ഇങ്ങനെ എൻകറേജ് ചെയ്തു. അവിടെ പേര് വിളിച്ചിട്ട് പറഞ്ഞു, നമ്മുടെ രക്ഷിതാവും കർത്താവുമായ കർത്താവിനെ ഓർത്തുകൊള്ളുക. ആമേൻ. He didn't stand there tearfully or sorrowfully. Instead, he encouraged her and he called out her name and said, മരണം വരുമ്പോഴും വിരങ്ങലടിച്ച് അല്ല പത്രോസും പത്രോസിന്റെ ഭാര്യയും ഇതിനെ നേരിട്ടത് സന്തോഷത്തോടെയാ. Even when death was very near to them, even at that particular moment, Peter and his wife, അവർക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. അവരെന്താണ് പ്രാപിക്കാൻ പോകുന്നതിനെ കുറിച്ച് നല്ല ഒരു ഉറപ്പുണ്ടായിരുന്നു. They had a good confidence what they are about to receive after their death.
അതുമാത്രമല്ല, അവർക്ക് നല്ല ഉറപ്പുണ്ട്, ഈ യേശുവിനെ ഓർത്തപ്പോൾ ഒത്തിരി കാര്യങ്ങൾ അല്ലെങ്കിൽ പത്രോസിന്റെ ഭാര്യയുടെ അകത്തൂടെ കടന്നുപോയി കാണും. Even when his wife remembered many things, her heart had been thinking a lot of things that had been happening or that would തന്നെയും തന്റെ happen. കുടുംബത്തെ എല്ലാവരും ഒറ്റപ്പെടുത്തിയപ്പോഴും ഹല്ലേലൂയ പത്രോസിനെ ശിഷ്യനാക്കി ചേർത്ത് പിടിച്ച ഒരു യേശുവിന്റെ സ്നേഹത്തെ ഹല്ലേലൂയ പത്രോസിന്റെ ഭാര്യ ഓർത്തു. When everyone had betrayed them, the complete all his friends and relatives may have betrayed, but only Jesus kept them close with him. ആരും സഹായിക്കാനില്ലാത്ത സമയത്ത് പത്രോസിന്റെ അമ്മായിമ്മ, അതായത് ഭാര്യയുടെ അമ്മ കിടപ്പിലായപ്പോൾ ആരും ക്ഷണിക്കാതെ അത് വിവരമറിഞ്ഞ് പത്രോസിനോടൊപ്പം ആ ഭവനത്തിലേക്ക് വന്ന ഒരു യേശുവിന്റെ സ്നേഹത്തെ അവൾ ഓർത്തു. She remembered without even any invite, Jesus came as soon as he came to know about the mother-in-law of Peter being sick to heal her. ആമേൻ. ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന, ഞങ്ങളെ പുലർത്തിയ ഒരു യേശുവിനെ അവൾ ഓർത്തു. She remembered the Jesus who had given his own life for them. ഒരിക്കൽ ഹല്ലേലൂയ പത്രോസ് ഇങ്ങനെ പറഞ്ഞു, നിത്യജീവന്റെ മൊഴികൾ നിന്നിലുണ്ടല്ലോ. ഹല്ലേലൂയ, ആ നിത്യജീവന്റെ മൊഴികൾ അനുദിനം തന്ന് നടത്തിയ ആ യേശുവിനെ അവൾ ഓർത്തപ്പോൾ ഈ മരണം അവൾക്ക് വലിയതായിട്ട് എണ്ണിയില്ല. അവൾ പറഞ്ഞു, ഇതിനപ്പുറത്ത് ഉയർത്തെഴുന്നേറ്റ ഒരു യേശുണ്ട്, ആ രാജ്യത്തിലേക്ക് പോകുകയാണ്. അതുകൊണ്ട് മരണം അവക്കൊരു കെണിയല്ലായിരുന്നു, ഒരു ദോഷമല്ലായിരുന്നു, ഒരു സങ്കടമല്ലായിരുന്നു, മറിച്ച് അതൊരു സന്തോഷമായിരുന്നു. Peter once said that, where can I leave you, Jesus, because the spring of living water is through you. And she remembered all that what Jesus had done for them, the drop of blood that was shed on the cross for them. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് ഒരു മഹത്വം കൊടുത്താട്ടെ. Can we raise our hands അതുകൊണ്ട് and say ഈ hallelujah? ലോകത്തിലെ ഒന്നും നമ്മളെ തടസ്സപ്പെടുത്തത്തില്ല. So nothing of this world can distract us or stop us. നമ്മളെ ഒന്നും തടസ്സപ്പെടുത്തത്തില്ല. ഒന്ന് പറഞ്ഞേ. Can we say to ourselves, there can nothing be that would stop me? ഒരിക്കൽ ആ ദർശനം പ്രാപിച്ചാൽ ഇവിടുത്തെ ഒന്നും നമുക്ക് വിലയേറിയതായിട്ട് എണ്ണാൻ പറ്റത്തില്ല. Once we see that vision, nothing of this world will be more value in our lives. ആമേൻ. ഈ ലേഖനം എഴുതുമ്പോൾ അതിൻ്റെ എയിം ആൻഡ് പർപ്പസ്, അതിൻ്റെ 4 കാര്യങ്ങളുണ്ട്. ഇത് എഴുതുമ്പോൾ, പൗലോസ് എഴുതുമ്പോൾ, പരിശുദ്ധാത്മാവിൽ എഴുതുമ്പോൾ ഇത് 4 കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്. അടുത്ത സ്ലൈഡിലുണ്ട്. എയിം ആൻഡ് പർപ്പസ് ഓഫ് ദിസ് എപ്പിസിൽ. ഒന്നാമത്തെ കാര്യം, ടു ഗ്രാൻഡ് ഓൾ തിങ്സ്. ആ വാക്യത്തിനകത്ത് എങ്ങനെ പറയുന്നത്? ടു ഗ്രാൻഡ് ഓൾ തിങ്സ് ദാറ്റ് പെർടെയിൻ ടു ലൈഫ് ആൻഡ് ഗോഡ്ലിനെസ്. ദൈവത്തിൻ്റെ ഡിവൈൻ നോളജും ഡിവൈൻ പവറും നമുക്ക് നൽകി തരുന്ന എന്താ? ടു ഗ്രാൻഡ് ഓൾ യുവർ നീഡ്സ്. ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിനകത്തുണ്ട്, ദൈവത്തിൻ്റെ ദിവ്യ ശക്തിക്കകത്തുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ഭാരപ്പെടേണ്ട. ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിനും ദൈവത്തിൻ്റെ ദിവ്യ ശക്തിക്കകത്ത് എന്തുണ്ട്? എനിക്കുള്ളതെല്ലാം വെച്ചിട്ടാണ് നമ്മളെ God's divine power has everything that we need in our life for our life and godliness. നമുക്ക് മരുഭൂമിയിൽ വേണ്ടതെല്ലാം നൽകി തരാൻ വേണ്ടി ഒരുക്കി വെച്ചിട്ടാണ് ഈജിപ്തിൽ നിന്ന് പുറപ്പെടുവിച്ചത്. God pre-prepared everything that we would need in the wilderness journey before he brought us out from Egypt. ഇവിടെ വന്നപ്പോൾ ഒരു പ്ലാൻ ഉണ്ടാക്കിയതല്ല കർത്താവ്. നീ അവിടുന്ന് ഇറങ്ങുന്നതിന് മുമ്പേ ഇവിടെ വേണ്ടതെല്ലാം കർത്താവ് പ്രൊവിഷൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. It was not after you landed here God started preparing for you things. Instead, before you started your journey, God had prepared everything. എന്തിനു വേണ്ടിയിട്ട് വിളിച്ചാന്നറിയാമോ? To become partakers of divine nature. ആ 3-ാം വാക്യം ഒന്ന് വായിക്കാമോ? Divine. 4-ാമത്തെ വാക്യം. അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. എന്തിനാണെന്നറിയാമോ ദൈവത്തിന്റെ പരിജ്ഞാനവും ദൈവത്തിന്റെ ദിവ്യശക്തിയും നമ്മളിലേക്ക് തന്നതെന്നറിയാമോ? അവനെ പോലെ ആയിത്തീരാൻ വേണ്ടിയാ. Why did he give us this divine power? So that we would become like him. To become a partaker of his divine nature. അവന്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയാകാൻ വേണ്ടിയാ. അതോ കാറും വീടും മന്നയും കാടപ്പക്ഷിയും തന്ന് സുഖിച്ചു വിടിരിക്കാൻ വേണ്ടിയാണോ? എന്തിനാ ദൈവം കൃപ തരുന്നതെന്നറിയാമോ? കൃപ എന്തിനാണെന്നറിയാമോ? നമ്മൾ കർത്താവിനെ പോലെ ആയിത്തീരാൻ വേണ്ടിയാ കൃപ. He is giving us this power so that we would become like him. We would become his partakers. ഹലോ,
ഞാൻ ഈ പറയുന്ന വചനം മനസ്സിലാകുന്നുണ്ടോ? God's knowledge and His divine power revealed to us not just for anything on this world, but to make you, to mold you to become a partaker of His divine nature. അവനെ പോലെ ആയിത്തീരാനാ. Praise the Lord. Amen. നമുക്ക് അതായിരിക്കണം ലക്ഷ്യം. നമ്മുടെ എയിമും നമ്മുടെ പ്ലാനും നമ്മുടെ പർപ്പസും അവനെ പോലെ ആയിത്തീരണം. ഒന്ന് പറഞ്ഞേ, എനിക്ക് അവനെ പോലെ ആയിത്തീരാനാ കർത്താവ് എന്നെ വിളിച്ചതെന്നൊന്ന് പറഞ്ഞേ. Can we say to ourselves, God has called me to become like Him? ഇനിയും അതിൻ്റെ 9ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? ടു ബി മോർ ഇഫക്റ്റീവ് ആൻഡ് ഫ്രൂട്ട്ഫുൾ ഫോർ ഗോഡ്സ് കിങ്ഡം. കർത്താവിൻ്റെ രാജ്യത്തിന് പ്രയോജനമുള്ളതും ഫലമുള്ളതുമായി തീരാൻ വേണ്ടിയാ. He has called us to be effective and fruitful in His knowledge. ഒന്ന് വായിക്കാമോ 9ാമത്തെ വാക്യം? അവൻ ഹ്രസ്വദൃഷ്ടിയുള്ളവനും 8ാം വാക്യം, വേഴ്സ് 8. ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ നിങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരും ആയിരിക്കയില്ല. കണ്ടോ, നിങ്ങൾ എങ്ങനെ ആയിരിക്കത്തില്ലെന്ന കർത്താവിൻ്റെ പരിജ്ഞാനവും ദൈവത്തിൻ്റെ ദിവ്യശക്തിയും നമ്മളിൽ വ്യാപരിക്കുമ്പോൾ നമ്മൾ പല കാര്യങ്ങളിൽ വളരും. വളർന്നു കഴിയുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്നത് നമ്മൾ ഇഫക്റ്റീവായി മാറും. പണ്ട് ഒരു ദേവദാസൻ ഞാൻ ഇടയ്ക്ക് പറയാറുള്ള കോശി വൈദ്യൻ പാസ്റ്റർ അല്ലേ പറയാറുള്ള ഒരു ശ്ലോകം എപ്പോഴും ഞാൻ പറയാൻ പറ്റും. നട്ടപ്പോഴും ഒരു കൊട്ട, പറിച്ചപ്പോഴും ഒരു കൊട്ട, അട്ടക്കാലൊട്ട് പിടിക്കത്തുമില്ല, അത്താഴത്തിനൊട്ട് എന്ന് പറഞ്ഞാൽ അന്നും ഇന്നും പിന്നും ഒരുപോലെ ഇരിക്കുക. പ്രയോജനമുണ്ടോ? അതുമില്ല. ഉണ്ടോ? വരുന്നുണ്ടോ? പോകുന്നുണ്ടോ? രക്ഷപ്പെട്ടു? എല്ലാം ചെയ്ത രക്ഷിക്കപ്പെട്ടു, ഓക്കെ. സ്നാനപ്പെട്ടു, ഓക്കെ. പക്ഷെ അതുകൊണ്ട് ദൈവത്തിനും ദൈവരാജ്യത്തിനും പ്രയോജനമുണ്ടോ? വാട്ട്സ് ദ പോയിന്റ് ഓഫ് ഹാവിങ് ദിസ് ഗ്രേസ് ആൻഡ് മേഴ്സി ഫ്രം ഗോഡ്? വാട്ട്സ് ദ പോയിന്റ് ഓഫ് ഹാവിങ് ഹിസ് ഡിവൈൻ പവർ ഇൻ അസ്? ഈ ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിൽ വളരുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും. എന്നെ വിളിച്ചിരിക്കുന്നത് എവിടെയെങ്കിലും അങ്ങ് ഒതുങ്ങിയിരിക്കാൻ വേണ്ടിയല്ല. ഞാൻ പ്രാർത്ഥിച്ച് എനിക്ക് ജോലി കിട്ടി, ഞാൻ പ്രാർത്ഥിച്ച് എനിക്ക് വണ്ടി കിട്ടി, ഞാൻ പ്രാർത്ഥിച്ച് എനിക്ക് ഇവിടെ PR കിട്ടി, ഇതിനു വേണ്ടിയിട്ടാണോ കർത്താവ് ഇവിടെ കൊണ്ടുവന്നേ? ഇതെല്ലാം തരും, പുലർത്തും, നടത്തും. വസ്ത്രം അഴുകിപ്പോകത്തില്ല. നിങ്ങളെ കർത്താവ് കരുതിക്കൊള്ളും. വേണ്ടതെല്ലാം എല്ലാ ദിവസവും നിങ്ങളുടെ സപ്ലൈ ഓൾ ഇൻ ഇറ്റ്സ്. ബട്ട് നോട്ട് ജസ്റ്റ് ഫോർ ദാറ്റ്. ഡോണ്ട് ബി കംഫോർട്ട് യുവർ സെൽഫ് ഇൻ ദാറ്റ് നീഡ്. അതിനകത്ത് ഒതുങ്ങിപ്പോകരുത്. ഒരു പർപ്പസ് ഉണ്ട്, ഒരു കോളിംഗ് ഉണ്ട്. ടു ബി മോർ ഇഫക്റ്റീവ്, to be more fruitful for God's kingdom. Hallelujah. നരകത്തിലേക്ക് പോകുന്ന അനേകം ആയിരങ്ങളെ കർത്താവിങ്കലേക്ക് കൊണ്ടുവരാൻ ദൈവം നിങ്ങളെക്കുറിച്ചൊരു പദ്ധതി ഇട്ടിട്ടുണ്ട്. ആ പദ്ധതി പൂർത്തീകരിക്കാൻ ഈ ഭൂമിയിൽ ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുകയാണ്. അതിനു വേണ്ടിയിട്ടാണ് അവൻ്റെ ദിവ്യശക്തി നമുക്ക് വേണ്ടി വെളിപ്പെടേണ്ടത്. ദൈവം ഒരു സാധാരണ കാര്യത്തിന് വേണ്ടിയിട്ടല്ല ദൈവത്തിൻ്റെ ഡിവൈൻ പവർ വെളിപ്പെടുന്നത്. അതിൻ്റെ പിന്നിൽ ദൈവത്തിന് അതിമഹത്തായ ഒരു പ്ലാൻ ഉണ്ട്. The glorious plan of God to make you more effective, more fruitful for God's kingdom. ഹലോ, ഞാൻ ഈ പറയുന്ന പിടി കിട്ടുന്നുണ്ടോ? നമുക്കിങ്ങനെ വചനം ചിന്തിക്കുന്നതിൽ സന്തോഷമാണോ? സന്തോഷമുള്ളവർ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. അപ്പം കർത്താവ് എന്തിനാണ് ഈ പരിജ്ഞാനത്തിലും ഈ ഡിവൈൻ പവറും നിന്ന് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന പ്രൊവിഷൻ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ആ പ്രൊവിഷനിൽ സന്തോഷിച്ച് അനുഭവിച്ച് ഞാനും എൻ്റെ കുടുംബവും ശമ്പളമൊക്കെ വാങ്ങിച്ച് നല്ല കാറൊക്കെ വാങ്ങിച്ച് നല്ല സ്ഥലത്തൊക്കെ കറങ്ങി, അതിനു വേണ്ടിയിട്ടല്ല. പറയുന്ന വിടി കിട്ടുന്നുണ്ടോ? അതൊക്കെ ചെയ്തോ, പക്ഷേ അതല്ല അൾട്ടിമേറ്റ് ഗോൾ. നീഡിയായിട്ടുള്ളവരെ സഹായിക്കാനും, പാപത്തിൽ കിടക്കുന്നവരും പിന്മാറ്റത്തിൽ പോയവരും ഈ ലോകത്തിൻ്റെ വീണ് കിടക്കുന്നവരോട് സുവിശേഷം പറഞ്ഞ് ആ ദിവ്യ ശക്തിയിലൂടെ അവരെയും പാപത്തിൽ നിന്ന് വലിച്ചെടുക്കാൻ വേണ്ടിയാ. Hello. God has given us this divine power so that we would reach out to people, those who are going quickly towards hell, and bring them out of that sinful life and bring them also into this kingdom of heaven. നാലാമത്തെ കാര്യം, to enter in the eternal kingdom of God. ആ 11ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ, കണ്ടോണം, നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. ആമേൻ.
അതിന് നമുക്ക് ഗുഡ് സ്പിരിറ്റ് വേണമെന്ന് പറ. We കർത്താവ്, വി നീഡ് എ ഗുഡ് സ്പിരിറ്റ് ടു എൻറ്റർ ഇൻ ദ കിങ്ഡം ഓഫ് ഗോഡ്, ഇറ്റേണൽ കിങ്ഡം ഓഫ് ഗോഡ്. അതാണ് അൾട്ടിമേറ്റ് ഗോൾ. നത്തിങ് മോർ, നത്തിങ് ലെസ്. ഈ മരുഭൂമിയിൽ എത്ര വർഷം അവരെ പുലർത്തി? 40 സംവത്സരം. എല്ലാവർക്കും ആഹാരം കൊടുത്തോ? യെസ്. ഏറ്റവും പ്രായമുള്ള മുതൽ കുഞ്ഞു വരെ ആഹാരം കൊടുത്തു. അവരുടെ ചെരുപ്പ് അഴുകിപ്പോയില്ല, വസ്ത്രം അഴുകിപ്പോയില്ല, കാല് വിങ്ങിപ്പോയില്ല, സകലതും കൊടുത്തു. പക്ഷേ എല്ലാവരും കനാൻ നാട്ടിൽ പ്രവേശിച്ചോ? God led everyone to up to for all these 40 years. He kept them. Their feet were never swelling. They had enough food for everyone, right from the youngest to the oldest. Everyone was supplied for the needs. ഞാൻ ഈ പറയുന്ന മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പൊ കർത്താവ് എന്തിനാ ഗോഡ്സ് നോളേജ് ആൻഡ് ഔട്ട് ഓഫ് ഹിസ് ഗോഡ്സ് നോളേജ് ആൻഡ് ഔട്ട് ഓഫ് ഹിസ് ഗോഡ് ഡിവൈൻ പവർ ഗിവിങ് എവറിത്തിങ് വാട്ട് യു പ്രേ, വാട്ട് യു നീഡ്. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ബിക്കോസ് ടു ബി ട്രംബിൾ ഹിയർ, ഇവിടെ വീണു പോകാനല്ല. ടു ഫോൾ ഹിയർ, പിശാചിൻ്റെ അടിമയിൽ വീണു പോകാനല്ല, പാപത്തിൽ വീണു പോകാനല്ല. ഈ കൃപ കാണിക്കുന്നത്, ഈ മേഴ്സി കാണിക്കുന്നത്, ഈ കരുണ കാണിക്കുന്നത്, കൃപ കാണിക്കുന്നത് നമ്മൾ അങ്ങേ കരയിലെത്തണം. അതുകൊണ്ടാണ് പത്രോസിൻ്റെ ഭാര്യയെ നോക്കിയിട്ട് പത്രോസ് പറഞ്ഞു, കർത്താവിനെ ഓർത്തുകൊള്ളുക, എനിക്കും നിനക്കും വേണ്ടി മരിച്ച ഒരു കർത്താവുണ്ട്. അതിൽ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ ഒരു കർത്താവുണ്ട്. പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് ഇന്നും പക്ഷവാതം ചെയ്യുന്ന ഒരു തേജോമനായ ഒരു കർത്താവുണ്ട്. ആ ട്രാൻസ്ഫിഗർ മലയിൽ വെച്ച്, മരുരൂപ മലയിൽ വെച്ച് തേജോമനായ ഒരു കർത്താവിനെ കണ്ടിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. അതുകൊണ്ട് ഈ ലോകത്തിലെ പ്രശ്നം വരുമ്പോൾ പതറിപ്പോകരുത്. അതാണ് നമ്മുടെ ലക്ഷ്യം, ടു എൻറ്റർ ഇൻ ടു ദ ഇറ്റേണൽ കിങ്ഡം ഓഫ് ഗോഡ്. അതായിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യം. ഈ 4 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മളൊക്കെ വിളിച്ചിരിക്കുന്നത്. കർത്താവിൻ്റെ നോളേജ്, 1, നമുക്ക് ടു ഗ്രാൻഡ് ഓൾ യുവർ നീഡ്സ് പെർട്ടേണിങ് ടു, നിങ്ങളുടെ ഈ ലൈഫിന് വേണ്ടതെല്ലാം കർത്താവ് പ്രോപ്പർ ടൈമിൽ തരും. 2, ടു ബി എ പാർട്ടേക്ക് ഓഫ് ഹിസ് ഡിവൈൻ നേച്ചർ. ആമേൻ. 3, എന്തിനാ? ടു മേക്ക് ഇഫക്റ്റീവ് ആൻഡ് ഫ്രൂട്ട്ഫുൾ ഫോർ ഗോഡ്സ് കിങ്ഡം. 4, ടു എൻറ്റർ ഇൻ ടു ദ ഇറ്റേണൽ കിങ്ഡം ഓഫ് ഗോഡ്. കരങ്ങൾ ഉയർത്തിയ ദൈവത്തിൻ്റെ ഒരു മഹത്വം കൊടുത്താട്ടെ. ഇതിൽ കുറഞ്ഞതൊന്നുമല്ല കർത്താവ് നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്നത്. God is not in expectation anything less than this. അടുത്ത സ്ലൈഡ്. അതുകൊണ്ട് നമ്മൾ ഒന്നുകൊണ്ട് ഭാരപ്പെടണ്ട. So let's not worry about anything. ഞാൻ ഇതൊരു ആമുഖം മാത്രമാണ്, ജസ്റ്റ് ആൻ ഇൻട്രൊഡക്ഷൻ. നെക്സ്റ്റ് വീക്കിൽ നമുക്ക് കൂടുതൽ ഇതിനകത്ത് കയറി നമുക്ക് പഠിക്കാൻ ദൈവം സഹായിക്കട്ടെ. ഈ പത്രോസ് 1-ാം ലേഖനവും 2-ാം ലേഖനവും എഴുതുമ്പോൾ 3 പെർസ്പെക്റ്റീവിൽ നിന്നാണ് എഴുതുന്നത്. 1, അതിനകത്ത് ദ ഗോസ്പൽ ഓഫ് പീറ്റർ, പത്രോസിൻ്റെ സുവിശേഷം അതിനകത്ത് കാണാൻ പറ്റും, യേശുവിനെ കുറിച്ച് പറയുന്നത് കാണാൻ പറ്റും. 2, ഹല്ലേലൂയ, പ്രീച്ചിങ് ആൻഡ് ടീച്ചിങ് ഓഫ് പീറ്റർ. ആമേൻ. 3, അപ്പോക്കാലിപ്സ് ഓഫ് പീറ്റർ, വെളിപ്പാടുകൾ. ആരും എഴുതാത്ത വെളിപ്പാടുകളാ പത്രോസ് ഈ 2-ാം ലേഖനത്തിനകത്ത് പറഞ്ഞത്. എല്ലാം കത്തി നശിക്കും, മൂലപദാർത്ഥങ്ങൾ വരെ എന്ത് ചെയ്യും? അന്ന് അത് കണ്ടുപിടിച്ചിട്ട് പോലില്ല സയൻസ്. എത്ര വർഷങ്ങൾക്ക് ശേഷമാ അല്ലേ കണ്ടുപിടിച്ചത്? മൂലപദാർത്ഥങ്ങൾ എന്ത് ചെയ്യും? കത്തി നശിക്കും എന്നുള്ളത്. ഹല്ലേലൂയ. വെളിപ്പാടുകൾ, അവസാന കാലഘട്ടത്തിൽ കർത്താവിൻ്റെ വരവിനെക്കുറിച്ചും കർത്താവിൻ്റെ വരവിൽ എന്ത് സംഭവിക്കുമെന്നും, അനേകർ വഞ്ചിക്കപ്പെടും, വിശ്വാസം നഷ്ടപ്പെടും. 3-ാം അധ്യായത്തിലൊക്കെ ഇതിനെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ വെളിപ്പാടുകൾ പറയുകയാണ്. അപ്പോൾ 3 കാര്യങ്ങളാണ് ഈ ലേഖനത്തിനകത്ത് നമുക്ക് പഠിക്കാൻ കഴിയുന്നത്. 1, പത്രോസിൻ്റെ സുവിശേഷം. 2, പ്രീച്ചിങ് ആൻഡ് ടീച്ചിങ് ഓഫ് പീറ്റർ. 3, അപ്പോക്കാലിപ്സ്, വെളിപ്പാടുകൾ. നമ്മളിപ്പം ഈ ലേഖനങ്ങൾ പഠിക്കാൻ പോകുമ്പോൾ ഇത് 3 നമ്മൾ പഠിക്കാൻ പോകും. കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. പഠിക്കാൻ താല്പര്യമുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത ആഴ്ചകളിൽ നമ്മൾ അതിനെക്കുറിച്ച് വിശദമായി പഠിക്കാൻ പോകുക. ദൈവം ഇന്ന് പകൽ നമുക്ക് വേണ്ടതെല്ലാം ഈ മരുഭൂമിയിൽ തരും. ആമേൻ. അതിനെ ഓർത്ത് നീ ഭാരപ്പെടണ്ട. Let's not be worrying about these things. നമ്മൾ ഭാരപ്പെടേണ്ടത് അങ്ങേക്കരയിൽ പോകാൻ വേണ്ടിയാ. Let's worry about how we will reach up to that next point in our അവനെ life. പോലെ ആയിത്തീരാൻ വേണ്ടിയാ. It's because he wants us to become like him. ആമേൻ. ഹല്ലേലൂയ. ഏറ്റവും ഒടുവിൽ
താൻ ഈ ലേഖനം എഴുതുമ്പോൾ ബേസിക് 2 റീസൺസ് ആണുള്ളത്. അടുത്ത സ്ലൈഡിനകത്ത് കാണാം. ബേസിക് 2 റീസൺസ് ആണുള്ളത്. ആ വാക്യം കൂടെ വായിച്ചിട്ട് നമ്മൾ ഇന്നത്തെ ഹല്ലേലൂയ വചനധ്യാനം ഹല്ലേലൂയ ഏകദേശം നമ്മൾ നിർത്തും. ബേസിക് റീസൺ ടു റൈറ്റ് ദിസ് എപ്പിസോഡ് 2 കാര്യങ്ങളാണ്. അത് ഒന്നാമത്തെ കാര്യം 2 പത്രോസിൻ്റെ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം, chapter 3 verse 17. What would be the basic 2 reasons that he would have എന്നാൽ brought this? പ്രിയമുള്ളവരെ, ആ, നിങ്ങൾ മുൻപ് കൂട്ടി അറിഞ്ഞിരിക്കൊണ്ട് അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങി അല്ല, chapter 3 verse 16. And as he does in all his letters, when he speaks in them of these matters, there are some things in them that are hard to understand, which the ignorant and unstable twist to their own destruction as they do other scriptures. Amen. ഒന്നാമത്തെ കാര്യം, there are people twisting the scripture. അവിടെ പൗലോസിനെ he is mentioning about Paul, apostle, അല്ലേ? പറയുകയാണ് അപ്പോസ്തലൻ എഴുതിയിരിക്കുന്ന പല ലേഖനങ്ങളും ഗ്രഹിക്കാൻ it's very difficult to understand. That doesn't mean he will never reveal to you. നമ്മൾ പാടുള്ളതാണെന്ന് വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്യും? മാറ്റിവെക്കും. Sometimes we try to understand the epistle of Paul, but when we do not understand, we just leave it, ignore it. എന്നാൽ പാടുള്ളതാണെങ്കിൽ കർത്താവിനോട് പറഞ്ഞാൽ കർത്താവ് അത് നമുക്ക് വെളിപ്പെടുത്തി തരും. But if we feel it is tough to understand, if we ask Jesus, he will reveal it to us. അത് നമ്മുടെ ബുദ്ധി കൊണ്ട് അത് വെളിപ്പെട്ട് കിട്ടത്തില്ല, കർത്താവിന്റെ പരിജ്ഞാനത്തിലെ അത് വെളിപ്പെട്ട് വിടുത്തുള്ളൂ. It will not be revealed through our own knowledge or wisdom, but it will only be through his knowledge. കർത്താവിന്റെ ആത്മാവ് നമ്മുടെ ഹൃദയത്തെ തുറന്നാലേ അത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. Only if his good spirit will lead us, it will open our hearts, then we will be able to അല്ലെങ്കിൽ understand. നമ്മുടെ ബുദ്ധി കൊണ്ടും ചിന്ത കൊണ്ടും ചിന്തിച്ച് അതിനെ വേറെ നിലയിലാക്കി അത് ട്വിസ്റ്റായി നമ്മൾ ഡോക്ടറിൻ മാറ്റും, ദുരുപദേശമായി തീരും, പലതും വിശ്വസിക്കാൻ ഇടയായി തീരും. ഇന്ന് അതുകൊണ്ട് നമ്മൾ ശരിക്കും പ്രാർത്ഥിക്കണം, കർത്താവേ ഈ തിരുവചനം ഗ്രഹിക്കാൻ തക്കവണ്ണം എൻ്റെ ബുദ്ധിയെ ഒന്ന് തുറക്കണമേ. Let's start praying starting today. Father, reveal your things or make me understand through your good spirit. Let my heart be open for you, Lord. ഇതിനകത്തു നിന്നുള്ള എല്ലാ ബ്ലെസ്സിങ്ങും ഞാൻ റിസീവ് ചെയ്യുവാൻ എനിക്ക് നല്ല ആത്മാവിനെ എൻ്റെ ഉള്ളിൽ തരണമേ. So that all the blessings that are instilled in this word, Lord, help me to gain it through your word. Lord, help me to have the കർത്താവേ, good spirit. നല്ല ഫോക്കസ്, നല്ല മൈൻഡ്, ഗുഡ് സ്പിരിറ്റ്, നല്ല സ്ഥിരമായ ആ പരിശുദ്ധാത്മാവിനെ കൊണ്ട് എന്നെ ഒന്ന് ഉറപ്പിക്കണമേ, ഈ തിരുവചനത്തിൽ നിന്നും അങ്ങയിൽ നിന്നും ആ നന്മ പ്രാപിപ്പാൻ. So that I would also have a good spirit, I would be able to understand everything that is written, Lord. ആമേൻ. അതുകൊണ്ട് അവിടെ പറയുന്നത് ചിലവർ എന്ത് ചെയ്തു, അൺസ്റ്റേബിൾ മൈൻഡ് ആയിട്ടുള്ളവർ they can twist the scripture, അല്ലേ? അവർ പൗലോസിന്റെ ലേഖനം മാത്രമാണോ ട്വിസ്റ്റ് ചെയ്ത്? ആ വാക്യം ഒന്ന് വായിക്കാമോ? 16. നിങ്ങൾക്കും ഇതിനെക്കുറിച്ചും സംസാരിക്കുന്ന സകല ലേഖനങ്ങളിലും എഴുതിയിട്ടുണ്ടല്ലോ, അവയിൽ ഗ്രഹിപ്പാൻ പ്രയാസമുള്ളത് ചിലതുണ്ട്. അറിവില്ലാത്തവരും അസ്ഥിരമാരനുമായവർ ശേഷം തിരുവെഴുത്തുകളെ പോലെ അറിവില്ലാത്തവരും അസ്ഥിരന്മാരുമായവർ എന്ന് പറഞ്ഞാൽ ഇഗ്നോറന്റ് ആൻഡ് അൺസ്റ്റേബിൾ പീപ്പിൾ. അപ്പൊ കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത് should not be ignorant about the word of God. You should read it daily, day and night. Meditate in the word of God. അതാ 1-ാം സങ്കീർത്തനം പറയുന്നത്, രാവും പകലും ഈ ന്യായപ്രമാണത്തെ ധ്യാനിക്കുന്ന മനുഷ്യൻ. ഇത് ധ്യാനിക്കാതെ അയ്യോ സഭ പറയുന്നതാ എനിക്കിഷ്ടം, നീ കുരുടനായി എവിടെ പോവാ? ഈ ബൈബിൾ നമുക്ക് തന്നിരിക്കുക, inspired by the Spirit of the Lord through the apostles, so that we read it, open it and meditate. God will open your heart, give you a good spirit to understand it, to grow in His knowledge, and His divine power revealed to us to receive His blessing. And unless you not open it and read it, won't get it from there. ഞാൻ പിടികിട്ടുന്നുണ്ടോ? അങ്ങനെ ആയിരിക്കും, ഇങ്ങനെ ആയിരിക്കും, അനുമാനിച്ചാൽ ഒന്നും കിട്ടത്തില്ല. നമ്മൾ ഇത് എല്ലാ ദിവസവും അയവിറക്കണം. That's why Paul, when he wrote a letter to Timothy, 2nd chapter, verse 12, chapter 12, verse 15, നാത്തൊന്ന് വായിക്കാം. Make every effort. Chapter 2, 2 Timothy chapter 2, verse 15. ഒന്ന് ഇടാമോ? Do your best to present yourself to God as one. Do your best. കർത്താവിന്റെ കൃപ എന്തിനു വേണ്ടിയിട്ട്? Why? For God's grace has given to us
to do your best. അടുത്ത വാക്യം ഒന്ന് വായിക്കാമോ? സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ആ. ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാകുന്നവനായി നിൽപ്പാൻ ശ്രമിക്കുക. ആമേൻ. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട്, അതിന് ഇംഗ്ലീഷിൽ എഴുതുന്നെങ്കിൽ റൈറ്റ്ലി ഹാൻഡ്ലിങ് ദ വേർഡ് ഓഫ് ട്രൂത്ത്. ഈ വചനം എന്താണ്? ട്രൂത്ത് ആണ്, വേർഡ് ഓഫ് ട്രൂത്ത് ആണ്. ഇതിനെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ യു മസ്റ്റ് ടേക്ക് എവ്രി എഫോർട്ട്. മറ്റൊരു ട്രാൻസ്ലേഷൻ പറയുന്നത് എവ്രി എഫോർട്ട്, യുവർ ബെസ്റ്റ്. ദൈവം എല്ലാം ചെയ്തു തന്നോളും, കൃപ തന്നിട്ടുണ്ടല്ലോ, അന്ന് ഞാൻ ഇവിടെ അങ്ങ് ഇരുന്നോളാം. കർത്താവ് അങ്ങനെ നൂലെ കെട്ടിയൊന്നും തരത്തില്ല. നമ്മൾ പറയോ ദൈവത്തിന് നമ്മൾ രക്ഷിക്കപ്പെട്ടില്ലയോ, സ്നാനപ്പെട്ടില്ലയോ, കർത്താവ് അന്യഭാഷയും പറയുന്നുണ്ട്, കൈയടിക്കുന്നുണ്ട്, സൺഡേ പോകുന്നുമുണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ, യു ഹാവ് എവർ ടേക്കൻ ദ ബെസ്റ്റ് എഫോർട്ട് ഇവിടെ വരാൻ, കൂട്ടായ്മയ്ക്ക് വരാൻ, പ്രാർത്ഥനയ്ക്ക് പോകാൻ, വചനം വായിക്കാൻ, ആരാധന കൂടാൻ, കൂട്ടായ്മ കൂടാൻ നമ്മൾ എഫോർട്ട് എടുത്തിട്ടുണ്ടോ? ഒക്കുവാണേ പോകാം, സാഹചര്യം കിട്ടിയാൽ പോകാം, എല്ലാ സിറ്റുവേഷനും അവൈലബിൾ ആയി കിട്ടിയാൽ. നമ്മുടെ ലക്ഷ്യം ടു എൻ്റർ ഇൻ ടു ദി ഇറ്റേണൽ കിങ്ഡം ഓഫ് ഗോഡ്, ടു ബി ദ പാർട്ടേക്കർ ഓഫ് ഡിവൈൻ നേച്ചർ. അതിന് എവ്രി എഫോർട്ടും എടുക്കണം, അതിൽ അധ്വാനിക്കണം. അധ്വാനിക്കുന്നവനെ ദൈവത്തിൻ്റെ കൃപ അനുഗ്രഹമായി മാറത്തുള്ളൂ, അത് ബ്ലെസ്സിങ് ആയി മാറത്തുള്ളൂ, അത് ഫ്രൂട്ട്ഫുൾ ആയി മാറത്തുള്ളൂ. അതർവൈസ് ദാറ്റ് ഗ്രേസ് വിൽ ബി ലൈക്ക് എ ഗ്രേസ്, ഇറ്റ് വോണ്ട് അഫക്റ്റ് ഇൻ യുവർ ലൈഫ്, ഇറ്റ് മേക്ക് നോ സെൻസ് ഇൻ യുവർ ലൈഫ്. ദൈവത്തിൻ്റെ കൃപ എന്തിനാണ് നേക്കുന്നത്? ടു ബി മോർ ഇഫക്റ്റീവ് ആൻഡ് ഫ്രൂട്ട്ഫുൾ ഫോർ ദ ഗോഡ്സ് കിങ്ഡം. ഹലോ, നിങ്ങളെങ്ങാണ്ട് വേറെ എങ്ങാണ്ട് വന്നിരിക്കുന്ന പോലാണല്ലോ. ഇദ്ദേഹം അങ്ങ് എന്തൊക്കെയോ വിളിച്ചു പറയുക. ഇത് മനസ്സിലാവുന്നുണ്ടോ? അതോ ഞാനിവിടെ ഇപ്പം തുള്ളിച്ചാടിയായിരുന്നു നിങ്ങൾക്ക് സന്തോഷമായിരുന്നു. നിങ്ങളെ വാലല്ല തലയാക്കും, ഇപ്പം ബ്ലെസ്സിങ് വരും, നിങ്ങൾ സൈക്കിളേ വന്നു, കാറും കൊണ്ട് ഇപ്പം പോവും, കർത്താവ് ഇപ്പം ഓപ്പൺ ചെയ്യുമെന്നൊക്കെ പറഞ്ഞാൽ ഇത് പഠിക്കാതെ പിന്നെ എങ്ങനെ നമുക്ക് കിട്ടുന്നേ? ഇത് പഠിക്കണ്ടേ? ഇത് ഉള്ളിൽ കയറാതെ എങ്ങനെ നമുക്ക് കർത്താവ് എല്ലാം വെച്ചിട്ടുണ്ട്. 40 വർഷം ആയിക്കോട്ടെ, 50 വർഷം ആയിക്കോട്ടെ, അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രൊവിഷനും വെച്ചിട്ടാണ് വിളിച്ചിറക്കിയത്. When God called us, even if it is 40 years, 50 years, regardless of number of years, He will lead us until the end. അതിനെക്കുറിച്ച് ഭാരപ്പെടണ്ട. Let's not worry about how He will lead us. മുമ്പേ കേട്ടതുപോലെ കാക്ക നമ്മുടെ ചിറകിൻ്റെ മണ്ടയ്ക്ക് കയറിയിട്ടിട്ട് താഴോട്ട് താക്കാൻ നോക്കുക. കാരണം അവൻ്റെ ബുദ്ധിക്കകത്തേക്ക് വരാൻ, അവൻ്റെ ആൾട്ടിറ്റ്യൂഡിനകത്ത് വന്ന് നിന്നെ എൻറ്റൈസ് ചെയ്ത് നിന്നെ ഇല്ലാതാക്കി കളയാനാ. ടു ഡിസ്ട്രോയ് യു, ഡിമോളിഷ് യു. ദാറ്റ്സ് എ പ്ലാൻ ഓഫ് സൈത്തൻ. ബട്ട് യു ഹാവ് വിങ്സ് ടു സോർ ആൻഡ് ഹൈ. നത്തിങ് ക്യാൻ അഫക്റ്റ് യു. നീ ഉയരത്തിലേക്ക് പറക്ക്, ആത്മാവിൽ പ്രാർത്ഥിക്കുക, ആത്മാവിൽ ആരാധിക്കുക, അതിന് മുടക്കം വരാത്ത. എത്ര ഇരുട്ടിയാലും ഈ കുടുംബ പ്രാർത്ഥന നടത്ത്, എത്ര ഇരുട്ടിയാലും കൂട്ടായ്മയ്ക്ക് പോകും, എത്ര ഇനി താമസിച്ചു പോയാലും ഞാൻ ആരാധനയ്ക്ക് പോകുമെന്ന് പറ. കാണാം 1 മാസം കഴിയുമ്പോൾ, 2 മാസം കഴിയുമ്പോൾ നിങ്ങൾ ആ ഉയരത്തിൽ പറക്കുന്നത്. ആമേൻ. പിശാച് നമ്മുടെ മനസ്സിനെ, ഹൃദയത്തെ, ചിന്തകളെ എല്ലാം കെട്ടിയിട്ടിരിക്കുക. അതിനോട് നോ പറ, എന്നിട്ട് മുമ്പോട്ടായ. എനിക്ക് ഛേദം വന്നാലും ഞാൻ ഇതിൽ നിന്ന് മാറത്തില്ല. Even if it will hurt, I will not stand away from it. I will keep on flying high, closer to God. അല്ലെങ്കിൽ കർത്താവ് പുലർത്തും, but you won't enter in the eternal kingdom. Otherwise, He will continue to provide your needs. 20 വയസ്സിന് മേലോട്ടുള്ള ആരും കനാൻ ദേശം കണ്ടില്ല. Those who were about age 20, they never saw the land of Canaan. ഇതിനകത്ത് പുലർത്തിയവരും വസ്ത്രം പഴുകാത്തവരും ഒരിക്കൽ പുറവുറുത്തപ്പോൾ ഭൂമി അവരെ വിഴുങ്ങി കളഞ്ഞു. In between, when they started murmuring, the earth divided into 2 and they went down. അതുകൊണ്ട് തിമോത്തിയോസിനോട് പറഞ്ഞതുപോലെ വചനത്തിൽ അധ്വാനിക്കുക. So let's do our best. ആമേൻ. 2 ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം 45-ാം വാക്യം. Luke 24:45. Luke chapter 24 verse 45. തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു. അവരുടെ ബുദ്ധിയെ എന്ത് ചെയ്തു? He opened their mouths to minds to understand the scriptures. എൻ്റെ ദൈവമക്കളെ, കർത്താവ് നമ്മുടെ ബുദ്ധിയെ തുറക്കാതെ
ഇതിനകത്ത് നന്മ പ്രാപിക്കാൻ പറ്റത്തില്ല. Until God opens our minds, we would never be able to receive blessings from the word. കർത്താവിനെ അറിയാനും കർത്താവിനെ തൊടാനും കർത്താവിനെ അനുഭവിക്കാനും അങ്ങേക്കരയിൽ എത്തണമെങ്കിൽ കർത്താവ് നമ്മുടെ ബുദ്ധിയെ തുറക്കണം. If we want to touch him, if we want to receive from him, if we want to understand the scriptures, God needs to open our mind. നമ്മുടെ സെക്യുലർ ഡിഗ്രി കൊണ്ടോ പ്രൈഡ് കൊണ്ടോ ബോസ്റ്റിംഗ് കൊണ്ടോ പേഴ്സണാലിറ്റി കൊണ്ടോ ബുദ്ധി കൊണ്ടോ അറിവ് കൊണ്ടോ കഴിഞ്ഞ നാളത്തെ എക്സ്പീരിയൻസ് കൊണ്ട് years back I've been born in a Pentecostal family. I know all these scriptures. What's the thing new in this? Nothing. I've been hearing this message for a long time from different pastors, from different scholars. ഈ മനോഭാവത്തിലാണെങ്കിൽ ബുദ്ധി അടഞ്ഞുകൊണ്ടിരിക്കുക. കർത്താവ് ഓരോ ദിവസവും അല്ലെങ്കിൽ ജനിച്ച ശിശുവിനെ പോലെ കർത്താവേ എനിക്കിത് പ്രാപിപ്പാൻ ഐ നീഡ് യുവർ ഗുഡ് സ്പിരിറ്റ്, ഗുഡ് മൈൻഡ്, ഗുഡ് ആറ്റിറ്റ്യൂഡ് ടു റിസീവ് യുവർ മന്ന ഡെയിലി ഫ്രം യുവർ സൈഡ്, ഫ്രം യുവർ പ്രസൻസ്. ഒന്ന് പ്രാർത്ഥിക്കാമോ? വാസ്തവമായിട്ടൊന്ന് പ്രാർത്ഥിക്കാമോ? കർത്താവിൻ്റെ കണ്ണ് തുറന്നില്ലെങ്കിൽ ആമേൻ അങ്ങേക്കരയിലെത്താൻ പറ്റത്തില്ല അൾട്ടിമേറ്റ്ലി. ആമേൻ. ഈ കർത്താവാണ് നമ്മളെ അങ്ങ് കൊണ്ടുപോകേണ്ടത്. നമ്മുടെ കഴിവ് കൊണ്ടൊന്നും പുണ്യപ്രവർത്തി കൊണ്ടും നീതി പ്രവർത്തി we put every standard. This is something which I myself considered as a righteous person. ഞാൻ ഇന്ന് സൺഡേ പോയല്ലോ, മറ്റേ ഒത്തിരി പേര് പോകുന്നില്ല, ഞാൻ സൺഡേ പോയല്ലോ. God will consider ഞാൻ അങ്ങെത്തും. We consider ourselves as a benchmark, thinking that we are the most righteous people. At least I'm going on a Sunday ഞാൻ service. തൈത്ത് കൊടുത്തല്ലോ, I have given my tithe as much. ഒന്നും അല്ലെങ്കിലും ഞാൻ അതിനൊക്കെ ഏർപ്പെടുന്ന ഇൻവോൾവ് ആകുന്നുണ്ടല്ലോ. Even if nothing else, at least I am being involved in those things. ഹലോ, കർത്താവിനോട് കർത്താവേ ശരിയായിട്ട് ഇതിനെ മനസ്സിലാക്കാനും അങ്ങ് ആഗ്രഹിച്ചത് എന്താണോ, അങ്ങയുടെ വിൽ എന്താണോ, അങ്ങയുടെ ഹിതം എന്താണോ, അങ്ങയുടെ പർപ്പസ് എന്താണോ അത് മനസ്സിലാക്കി അതനുസരിച്ച് എന്നെ അലൈൻ ചെയ്യാൻ എനിക്ക് ഐ നീഡ് യുവർ ഗുഡ് സ്പിരിറ്റ്. ആമേൻ. ഇനി നമുക്ക് വരാം, അവസാനം ഒരു വചനം കൂടെ വായിച്ചിട്ട് നമുക്ക് നിർത്താം. 2 പത്രോസിൻ്റെ ലേഖനം. ഇൻ ബേസിക് 2 reasons. One reason is just to hallelujah we should not twist the scripture. So we need a good spirit, good understanding about the word of God. That only can happen when God open our heart through his power, through his knowledge. ഇനി അടുത്ത വാക്യം, we must always eager, verse 18. But grow in the grace and knowledge of our Lord and Savior Jesus Christ. പത്രോസ് എഴുതുക, and he was writing. ഈ പുസ്തകം എഴുതി അവസാനിപ്പിക്കുമ്പോൾ, when Peter was ending this epistle, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ പലതും നിങ്ങൾക്ക് ഒരു പക്ഷേ വായിക്കുമ്പോൾ ഉടനെ പിടികിട്ടത്തില്ല. whatever I have written so far, it's possible that you may not understand it very clearly at the first moment. അതുകൊണ്ട് ഇത് മടക്കി വെച്ച് സിബ് ഇട്ട് ഇത് എനിക്കുള്ളതല്ല എന്ന് പറഞ്ഞു പോകരുത്. If so, I'm not able to understand, I'll just close it and keep it away. No. എവിടെയെങ്കിലും ഡെസ്കേൽ വെക്കാനുള്ളതല്ല. This is not something that you have to keep it away very beautifully at one particular location. ഇത് വായിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ കർത്താവിനോട് പറയണം, കർത്താവേ എനിക്ക് അങ്ങയുടെ കൃപയിലും അങ്ങയുടെ പരിജ്ഞാനത്തിലും എന്നെ ഒന്ന് വളർത്തണമേ. When we do not understand, we need to say, God, help me to grow in your grace and in your knowledge. നമ്മൾ 25 വർഷമായി 15 വർഷമായി 10 വർഷമായി 5 വർഷമായി ഇതുപോലെ നമ്മൾ എപ്പോഴെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടോ? If we have completed 10, 15, 25 years in this spiritual life, have we ever prayed like this? നമ്മൾ പ്രാർത്ഥിക്കുന്നു, ഉപവസിക്കുന്നു, എല്ലാം കർത്താവ് എനിക്ക് നല്ല ഭാര്യയെ തരണമേ, നല്ല ഭർത്താവിനെ തരണേ, നല്ല കുഞ്ഞുങ്ങളെ തന്നെ, ഇതെല്ലാം പ്രാർത്ഥിച്ചോ. പക്ഷേ ഇതിനു വേണ്ടിയിട്ടല്ല. മനസ്സിലായോ? ഈ വചനം വായിക്കുമ്പോൾ മനസ്സിലായില്ലെങ്കിൽ യു മസ്റ്റ് പ്രേ ടു ഗോഡ്, നീൽ ഡൗൺ. അതിനുവേണ്ടി ഫാസ്റ്റിംഗ് ചെയ്യണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം, അതിനുവേണ്ടി ദൈവസന്നിധി പറയണം, കർത്താവേ എനിക്ക് അങ്ങയുടെ കൃപയിലൊന്ന് വളരാൻ. ഈ കൃപ തരുന്ന എന്തിനാ? ടു ഗ്രോ ഇൻ ഹിസ് നോളേജ്. കർത്താവിൻ്റെ ജ്ഞാനത്തിൽ വളരാനാണ് ദൈവം ഈ കൃപ തരുന്നത്. ഹല്ലേലൂയ. ഭയങ്കര സൈലൻ്റ് അല്ലേ ഹോള് മുഴുവനും. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. പാട്ട് പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. Would you please come forward? ഹല്ലേലൂയ.
ഒരു വചനം ഒന്ന് വായിക്കാമോ? അവർ അതിനുവേണ്ടി ഒരുങ്ങുവാണ്. They will prepare for them for the last part. That time we'll take offering. Then after we'll wind up with a prayer and a benediction. We'll disperse from this place. Next 10 or 15 minutes. Just bear with me. ഏലീശയുടെ കാലത്ത് ഏലീശയുടെ ഒരു പ്രവാചകൻ മരിച്ചുപോയി. During the time of Elisha, one of his prophet, his servant, 2 Kings chapter 4 ഒന്ന് വായിച്ചാട്ടെ. കർത്താവിൻ്റെ ഡിവൈൻ നോളജ് ആൻഡ് ഡിവൈൻ പവർ യു ക്യാൻ സീ ഇൻ ദ ലൈഫ് ആപ്ലിക്കേഷൻ ഓഫ് ദാറ്റ് വുമൺ, ദാറ്റ് വിഡോ ഇൻ ഹർ ഫാമിലി ലൈഫ്. ഹർ ഹസ്ബൻഡ് ഹാസ് ഡൈഡ്, അല്ലേ, മരിച്ചുപോയി. യഹോവ ഭക്തനായിരുന്നു, ഏലീശയുടെ വിശ്വസ്ത പ്രവാചകനായിരുന്നു. പക്ഷെ ഒരു ദിവസം എന്ത് ചെയ്തു? മരിച്ചുപോയി. ആ വാക്യം 4:1 വായിക്കാമോ ആരെങ്കിലും? Now the wife of one of the sons of the prophets cried to Elisha, "Your servant, my husband, is dead, and you know that your servant feared the You Lord." know that your servant Feared the Lord. fear the Lord. But the creditor has come to take my 2 children to be his slaves. കണ്ടോ, ദൈവത്തെ സേവിക്കുന്നവർക്ക് പ്രോബ്ലം ഉണ്ടാകുമോ? People who serve God, they also have problems. ഇന്നലെ വരെ ഈ ഭക്തൻ ഭവനത്തിലുണ്ടായിരുന്നു, ഭക്തിയോട് ജീവിച്ചു. Until yesterday, this God-fearing person was alive and he was staying with his family. അതേ സമയത്ത് ജീവിതത്തിനകത്ത് പ്രോബ്ലവും ഉണ്ട്. And at the same moment, they were having problems in their life. ഒരു കാര്യം ഞാൻ മുഖവരയായിട്ട് പറയാം. I want to tell one as a introduction. നിങ്ങൾ കർത്താവിനെ ഭക്തിയോടെ സേവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രോബ്ലവും നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും തൊടത്തില്ല. If we are all serving God fearfully, no problems will touch you. 2 കാര്യങ്ങളാ. ഒന്ന്, യഹോവ ഭക്തനായ മനുഷ്യൻ മരിച്ചു. അപ്പോൾ ഒരാളെങ്കിലും ഭക്തിയോട് ജീവിച്ചാൽ ആ കുടുംബം മുമ്പോട്ട് പോകും. Even if one person is fearing the Lord, this family will continue to move on. പക്ഷെ ആ വ്യക്തിയും പോയി കഴിഞ്ഞാലോ? But if even that God-fearing person passes away, then നമ്മൾ പലപ്പോഴും ജീവിച്ചിരിക്കുന്നത് ആരെങ്കിലുമൊക്കെ വീട്ടിനകത്ത് പ്രാർത്ഥിക്കാനുള്ളവരുള്ളത് കൊണ്ടാണ്. many of us are still alive and as we are today is because somebody is still praying for us. നമ്മൾ ഇതൊന്നും ചിന്തിക്കുന്നു പോലുമില്ല. എല്ലാ ദിവസവും നമ്മൾ വണ്ടിയെ കയറി നമ്മൾ ബിസിയാണ്. But we tend to forget everything that is happening in our someone in your family interceding for you, for your family, having a relationship with God, interceding with God. That's why we all are alive. When that stop, the problem will come after you. You won't handle it. നിന്നെ കൊണ്ട് ഒറ്റയ്ക്ക് അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരും. സോ ദിസ് ഇസ് ദ ടൈം വി നീഡ് ടു ഹൈ ടൈം ടു ഗെറ്റ് അപ്പ്, വേക്ക് അപ്പ്, ടു ബി അലേർട്ട് യുവർ സെൽഫ്. കർത്താവേ, എൻ്റെ ഹസ്ബൻഡ് മാത്രമല്ല, ഞാനും എൻ്റെ 2 കുഞ്ഞുങ്ങളും കർത്താവുമായിട്ടൊരു ബന്ധമുണ്ടായിരിക്കണം. നാളത്തെ പ്രതിസന്ധിയെ നേരിടാൻ ഈ ദൈവശക്തി, ഇന്ന് നീ ഒരു ദൈവവുമായിട്ട് ബന്ധം സ്ഥാപിച്ചാൽ, ഹല്ലേലൂയ, നാളെ ഭർത്താവ് ഒരു പക്ഷേ മാറിപ്പോയാലും, തൻ്റെ ഓട്ടം തികച്ച ഈ ഭൂമിയിൽ നിന്ന് മാറിപ്പോകുമ്പോഴും പത്രോസിന് പേടിയില്ല. ഭാര്യ പോയത് കൊണ്ടോ കുഞ്ഞുങ്ങൾ മാറിപ്പോയത് കൊണ്ടൊന്നും അല്ലെങ്കിൽ പത്രോസിന് പേടിച്ചില്ല. ഒത്തിരി അപ്പോസ്തലന്മാർ മരിച്ചുപോയി, പത്രോസിൻ്റെ ഓട്ടം അവിടെ വെച്ച് നിന്നുപോയില്ല. പത്രോസ് പറഞ്ഞു, ഇല്ല, ഞാനും അങ്ങോട്ടേക്കുള്ള ഓട്ടമാണ്, ഇവിടുത്തെ ഒന്നും എന്നെ തടസ്സപ്പെടുത്തത്തില്ല. ഇന്ന് പകൽ അല്ലെങ്കിൽ നമുക്ക് ആരെങ്കിലും ഒരാൾ സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ലെങ്കിൽ നമ്മുടെ ആത്മീകം പോകും. ആരെങ്കിലും ഒന്ന് എൻകറേജ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ആത്മീകം പോകും. If we do not have a substitute in our life, or if we are lacking in our lives, let this be the final moment when we take up this challenge and come closer to God. അവൾ ഏലീശയുടെ അടുത്ത് വന്നു. ഏലീശയോട് ചോദിച്ചു, ഞാൻ എന്തോ ചെയ്യണമെന്ന് ചോദിച്ചു. She asked Elisha, what should I do now? ഏലീശ ചോദിച്ചു, നിന്റെ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടോ? Elisha asked, what do you have at your house? അവൾ പറഞ്ഞു, ഒരു കാര്യമുണ്ട്, ഒരു ഭരണി എണ്ണ എൻ്റെ വീട്ടിലുണ്ട്. She said, I have a small vessel with oil. ആമേൻ. 1 jar of oil, അല്ലേ? A jar of oil എൻ്റെ വീട്ടിലുണ്ട്, അത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഏലീശ പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നിട്ട് പറഞ്ഞു, നീ തിരിച്ച് വീട്ടിൽ പോകുമ്പോൾ നീ വീട്ടിലോട്ട് കയറണ്ട, നിനക്കറിയാമല്ലോ നിന്റെ വീട്ടിൽ എന്തോ ഉണ്ടെന്നുള്ളത്. Elisha said, when you return back, do not get inside the house because you know what you have instead. ആമേൻ.
നീ അടുത്തുള്ള വീടുകളിൽ നിന്നെല്ലാം വായ്പ വാങ്ങാൻ പറഞ്ഞു. Go and borrow vessels from all your neighbors. Praise the Lord. ഒഴിഞ്ഞ പാത്രങ്ങൾ വാങ്ങിച്ച് നിന്റെ വീട്ടിലേക്ക് കൊണ്ടുവരിക. Bring all the empty vessels and bring it to your home. അവിടെ പറയുന്ന ഒരു വാക്കൊന്ന് ശ്രദ്ധിക്കണം. ആ ഒന്നാം വാക്യത്തിന്റെ അവസാനം പറയുന്നു, ഇപ്പോൾ കടക്കാരൻ എൻ്റെ 2 മക്കളെ പിടിച്ച് അടിമകളാക്കുവാൻ വന്നിരിക്കുന്നു. The creditor has come to take my 2 children to be his slaves. എന്ന് പറഞ്ഞാൽ അവർ ശിശു അല്ല. It's not that they are little children. അടിമകളാക്കി കൊണ്ടുപോകണമെങ്കിൽ അവരെ കൊണ്ട് ജോലി ചെയ്യിക്കാനുള്ള ആരോഗ്യം ആ മക്കൾക്കുണ്ടായിരിക്കണം. If they have to be used as slaves, they are old enough to work as slaves. അവരെ കൊണ്ട് അവരുടെ കടം തീർപ്പാൻ തക്കവണ്ണം ഉപയോഗിക്കാൻ പ്രാപ്തിയുള്ളവരായിരിക്കണം 2 മക്കൾ. So they are old enough so the creditors can use their children to fill it back, to give all the അതുവരെ debts back. പിശാച് അനങ്ങത്തില്ല. അതുവരെ പിശാച് ഇങ്ങനെ നമ്മളെ ഇങ്ങനെ പോകാൻ സമ്മതിക്കും. Until then Satan will be quiet. എന്ന് നീ ഫലം പ്രാപിക്കും, എല്ലാ ആരോഗ്യം പ്രാപിക്കും, നിന്നെ കൊണ്ട് പ്രയോജനപ്പെടാൻ പറ്റുമെന്ന് തോന്നുന്നു, അന്ന് വന്ന് നിന്നെ അറ്റാക്ക് ചെയ്യാൻ പിശാച് നോക്കും. When Satan understands that you are now old enough that you can start bearing your own fruits for the kingdom of God, it will come and ശിശു attack. ആയിരിക്കുമ്പോ അവന് പ്രശ്നമില്ല കേട്ടോ. When you are just babes in the hands of Satan, it doesn't help him. പ്രാർത്ഥിക്കുന്ന അപ്പനുള്ളപ്പോൾ അവന് പ്രശ്നമില്ല കേട്ടോ. When there was a prayerful father, they were not worrying. എന്ന് അവരുടെ ചിറകിൽ നിന്ന് നീ മാറി നടക്കുമോ, അന്ന് മുതൽ പിശാച് നിന്നെ ഒന്ന് നോട്ടം ഇടും. When you decide to be away from under their wings, it will start having a അവൻ look നിന്നെ on you. കീഴ്പ്പെടുത്താൻ നോക്കും. And it will start ഇത് taking പിശാചിന്റെ control over you. തന്ത്രമാണ്. ഇന്ന് പകൽ അതിന് വിട്ടുകൊടുക്കരുത് കേട്ടോ. This is Satan's strategy in your life. ഹല്ലേലൂയ. പറയാട്ടെ, എന്റെ നന്മകൾ എനിക്കുള്ളതാ, കർത്താവ് എന്നെ പുലർത്തും. All the blessings that I have received, my God is able to take care എന്നിട്ട് of പറഞ്ഞു, it. പാത്രങ്ങളെല്ലാം വാങ്ങിച്ചിട്ട് നീ നിനക്കുള്ള എണ്ണ മറ്റൊന്നിലേക്ക് പകരുക, നിറയുന്നതെല്ലാം മാറ്റി വെക്കുക. He instructed, fill all the vessels and keep it aside and keep on filling up. ഒന്ന് വായിച്ചേ. ഹല്ലേലൂയ. 4ഉം 5ഉം വാക്യം ഒന്ന്. പിന്നെയും നീയും നിന്റെ മക്കളും അകത്ത് കയറി വാതിലടച്ച പാത്രങ്ങളിലൊക്കെയും പകർന്ന് നിറഞ്ഞ് ഒരു ഭാഗത്ത് മാറ്റി വെക്കുക എന്ന് പറഞ്ഞു. അവൾ അവനെ വിട്ട് ചെന്ന് തൻ്റെ മക്കളോട് കൂടെ അകത്ത് കടന്ന് വാതിലടച്ചു. അവർ അവളുടെ അടുക്കൽ പാത്രങ്ങളെ വെച്ച് കൊടുക്കുകയും അവൾ പകരുകയും ചെയ്തു. ഇനി 6ആം വാക്യം. പാത്രങ്ങൾ നിറഞ്ഞ ശേഷം അവൾ തൻ്റെ മകനോട്, ഒന്ന് വായിച്ചേ. Bring me. ആ അപ്പോൾ എപ്പോഴാണ് എണ്ണ നിന്നുപോയത്? When there were no empty vessels, the oil stopped flowing. എന്തോ പറഞ്ഞപ്പോഴാണ് നിന്നുപോയത്. There is മാത്രം not another. ഇപ്പൊ ഉണ്ടായിരുന്നെങ്കിൽ കർത്താവ് വല്ല അളവ് വെച്ചായിരുന്നോ? Was there a limit in God's hand? എലീശ പറഞ്ഞായിരുന്നു 50 പാത്രമേ വാങ്ങിക്കാവൂ. Did Elisha said only 50 vessels are allowed? ഇതിനാണ് കർത്താവിന്റെ പരിജ്ഞാനം നമുക്ക് വേണമെന്ന് പറയുന്നത്. That's why we need God's knowledge. ദൈവം നമ്മുടെ ബുദ്ധിയെ തുറക്കണം എന്ന് പറയുന്നത്. When God opens our mind, ദൈവത്തിന്റെ ദിവ്യ ശക്തി വേണമെന്ന് പറഞ്ഞത്. God's divine power is required. അതുകൊണ്ട് പൗലോസ് പറഞ്ഞു, ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമല്ല, ദൈവത്തിന്റെ ദാനം എന്ന് വരേണ്ടതിന് ഈ മൺകൂടാരത്തിൽ പകർന്നിരിക്കുക. എന്തിന്? ആവശ്യമുള്ളപ്പോൾ ബുദ്ധി തരാൻ, പരിജ്ഞാനം തരാൻ, കൃപ തരാൻ. ഈ മകൻ ഒന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെയല്ലേ പറഞ്ഞത്? When he said there is no more, ഒന്നുമില്ല. there is not another. എലീശ പറഞ്ഞോ ഇനിയും പാത്രം വാങ്ങിക്കണ്ടെന്ന് പറഞ്ഞു? Did Elisha said do not bring more? അവൻ ആ വാക്ക് പറയുന്നതിന് പകരം ഉണ്ട് എന്ന് പറഞ്ഞ അടുത്ത അയലത്തുള്ള കഥ തുറന്നു പിന്നെയും വാങ്ങിച്ചോണ്ട് വരാമായിരുന്നു അല്ലേ? യെസ് ഓർ നോ? കർത്താവ് അവിടെ എന്തെങ്കിലും റൂൾസ് വെച്ചിട്ടുണ്ടോ? ഒന്ന് അടച്ചു, ഇനി നീ തുടക്കരുത്, ഇനി നീ ആ പാത്രം വേറെ ഒരു പാത്രം അതിനകത്ത് കയറ്റല്ലെന്ന് പറഞ്ഞോ? 50 പാത്രം 20 പാത്രം ഒന്നടച്ചാൽ പിന്നെ തുറക്കരുത്, ഇത് വല്ലോ എലീശ പറഞ്ഞോ? നമുക്ക് ആ ഗുഡ് സ്പിരിറ്റ് ഉണ്ടെങ്കിൽ കർത്താവിൻ്റെ ആ നോളജ് നമ്മുടെ ഉള്ളിൽ വർദ്ധിക്കും. പല നന്മകളും റിസോഴ്സും കിട്ടിയത് ഇപ്പം പതുക്കെ നിന്നുകൊണ്ടിരിക്കുക. ചിലത് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പം അതിന് ലാക്ക് ഉണ്ടാകും, ആ റിസോഴ്സസിന് തടസ്സം ഉണ്ടാകും. എന്താണെന്നറിയാമോ? നമുക്ക് ഗുഡ് സ്പിരിറ്റ് ഇല്ല, കർത്താവിൻ്റെ നോളജ്
കർത്താവിൻ്റെ പവർ നമ്മുടെ ഉള്ളിനകത്ത് വ്യാപരിക്കുന്നില്ല. നമ്മൾ എൻറ്റൈസ്ഡ് വിത്ത് ദ വേൾഡ്ലി പാഷൻസ്. കർത്താവിൻ്റെ ജ്ഞാനത്തിൽ വളരുമ്പോൾ എന്തോ ചെയ്യണമെന്ന് ഈ ബാലൻ്റെ ഉള്ളിൽ ബോധ്യം കൊടുക്കും. അവൻ ഒന്നുമില്ല എന്ന് പറയുന്ന പകരം ഇനിയും ഉണ്ട്. അവൻ ഓടിച്ചെന്ന് 2 പേരാ ഉള്ളത്. തീരാറാകുമ്പോഴത്തേക്ക് അടുത്ത ഒരുത്തനെ വിട്ടാൽ മതി, വേറെ പാത്രം ഇനിയും കൊണ്ടുവരാൻ. നീ എത്രത്തോളം കൊണ്ടുവരുന്നു അത്രത്തോളം ദൈവം നിന്നെ നിറയ്ക്കും. നമ്മൾ ആദ്യമൊക്കെ വന്നപ്പോൾ കർത്താവ് ഒത്തിരി നിറച്ചില്ലേ? ആത്മാവിൽ ആരാധിച്ചു, പ്രാർത്ഥിച്ചു, ഭയങ്കര വീര്യമായിരുന്നു. അതുകൊണ്ടാണ് പത്രോസ് അവിടെ വെച്ചത് 5-ാം വാക്യത്തിൽ 2 പത്രോസ് 2:1-5 പറയുന്നുണ്ട്. ഞാൻ പിന്നെ അടുത്ത ആഴ്ച നമുക്ക് ചിന്തിക്കാം. പ്രൈസ് ദി ലോർഡ്. സകലത്തിലും മേക്ക് എവറി എഫോർട്ട് ടു ആഡ് യുവർ ഫെയ്ത്ത് വിത്ത് എന്താ? ഹല്ലേലൂയ. വെർച്യൂസ് വിത്ത് സെൽഫ് കൺട്രോൾ വിത്ത് സെൽഫ് എൻഡ്യൂറൻസ്, ഗോഡ്ലിനെസ്, ബ്രദർലി അഫെക്ഷൻ ആൻഡ് വിത്ത് ലവ്. ഇതിങ്ങനെ വർദ്ധിച്ചു വരണം. നീ എത്രമാത്രം ആദ്യമൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ കർത്താവ് നിറച്ചുകൊണ്ടേയിരുന്നു. പിന്നെ കുറച്ചപ്പോൾ മതിയെന്നായി. അപ്പോൾ അത് പതുക്കെ നിൽക്കാൻ തുടങ്ങി. ഇപ്പം അത് മൊത്തത്തിൽ ഒരു സ്കേഴ്സിറ്റി, ലാക്കിങ് അനുഭവിക്കുക, ഡ്രൈനെസ് അനുഭവിക്കുക. പിന്മാറ്റത്തിലേക്ക് പതുക്കെ നമ്മൾ ഇന്ന് പകൽ ഈ വചനം കേൾക്കുമ്പോൾ എന്ത് നഷ്ടം വന്നാലും എന്ത് വന്നാലും ആദ്യത്തെ പോലെ കർത്താവിനെ ആരാധിക്കാനുള്ള വീര്യം എൻ്റെ ഉള്ളിൽ വരട്ടെ. അന്ന് യേശുവിനെ കണ്ടപ്പോൾ ആരാധിക്കാൻ പോകാൻ, പ്രാർത്ഥിക്കാൻ പോകാൻ, അല്ല കൂട്ടായ്മ കൂടാൻ നമുക്കൊരു വ്യഗ്രതയും ഒരു ആഗ്രഹവും താല്പര്യവും ഉണ്ടായിരുന്നു. ഇന്ന് എവിടെ പോയി? എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ നമുക്ക് കണ്ണുകളടയ്ക്കാം. ചില നിമിഷങ്ങൾ പാട്ടുകൾ പാടി, ചില പാട്ടിൻ്റെ ഈരടികൾ ഒന്ന് പാടിയിട്ട് ഈ വചനത്തോടൊന്ന് ധ്യാനിച്ചിട്ട് കർത്താവിനോട് പറ, കർത്താവേ, ഗിവ് മീ എ ഗുഡ് സ്പിരിറ്റ്. എല്ലാ കണ്ണുകളും നടഞ്ഞാട്ടെ ഒരു നിമിഷം.